ഹലോ, സ്പോട്ടിലോ? ഇതാ വരുന്നു സർ. വണ്ടി എടുക്ക്. ഉറങ്ങിയിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? നിനക്കൊക്കെ സാധനത്തിന്റെ വില അറിയോ? ഇത്ര നാളെന്റെ വാക്ക് ഞാൻ തെറ്റിച്ചിട്ടില്ല. പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് ചരക്കെത്തിച്ചിട്ടുണ്ട് ഈ ശിവൻ. തൊഴിലില്, പ്രത്യേകിച്ച് ഈ തൊഴിലില് പറഞ്ഞ വാക്കിന് വില ഉണ്ടാവണം. എടാ, ചരക്ക് ഏത് ഏരിയയിലാണ് മിസ്സായെന്നെങ്കിലും അറിയാം? ഒട്ടൻ ചിത്രത്തിൽ ഇതുപോലെ നടക്കുമെന്ന് വിചാരിച്ചില്ല മുതലാളി. ഡിണ്ടിഗലിൽ നിന്ന് മധുരയ്ക്കുള്ള റോഡില് പള്ളപ്പട്ടി ഏരിയയിലാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ട് മുതലാളി. അത് വെറും ബിസ്ക്കറ്റും പറ്റുവാണെന്ന് വിചാരിച്ച് ഞങ്ങൾ തന്നെ മാനേജ് ചെയ്തു. ഇതിൽ ഇത്ര വലിയ സാധനം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നീയും വന്നേ മണിച്ചേട്ടാ, ഒരു 2 ലക്ഷം എടുത്തേ. ആ സ്വസ്തിക് മുദ്രയുള്ള പെട്ടിയാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നാ ഈ പണം കയ്യിൽ വെച്ചോ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഏരിയയിലേക്ക് പൊക്കോ. അവിടെയുള്ള ചായക്കട, പെട്ടിക്കട, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, കണ്ടവന്മാർക്ക് എല്ലാവർക്കും കാശ് കൊടുത്തേക്ക്. ഈ പണി ആരാ ചെയ്തെന്ന് അറിയണം. അവനും വേണ്ടത്ര പണം കൊടുത്തിട്ട് നമ്മുടെ സാധനം കൊണ്ടുവരണം. അവൻ തരില്ലെന്നെങ്ങാനും പറയുകയാണെങ്കിൽ കൊന്നുകളഞ്ഞേക്ക്. ബാക്കി വരുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. മുരുക, നീയും ഇവരുടെ കൂടെ പോയിട്ട് വാ. ശരി മുതലാളി. കപ്പണിഞ്ഞ് തോടയിട്ട് കൊലുസ് 2 കാലിലിട്ട് ഇത് ശംഖുമുഖ പെണ്ണൊരുത്തി ശങ്ക മാറ്റി വരുന്ന കണ്ട ഒറ്റയില കൊമ്പു കുലയ്ക്കാം കുത്തിക്കുടി മുല്ലേ. ഒറ്റയില കൊമ്പു കുലയ്ക്കാം കുത്തിക്കുടി മുല്ലേ. കുത്തുപണ്ടി കാട്ടുപശുവിൻ പാല് തരാൻ പൊന്നേ. കുത്തുപണ്ടി കാട്ടുപശുവിൻ പാല് തരാൻ പൊന്നേ. കുത്തിത്തടി 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 പോയ കണവൻ വീട്ടിൽ വരുവതില്ല. കുത്തിത്തടി പോയ കണവൻ വീട്ടിൽ വരുവതില്ല. വന്നാൽ വട്ടക്കൂട്ടിനുള്ളിൽ ഇറങ്ങിയിടാം പിന്നെ. വന്നാൽ വട്ടക്കൂട്ടിനുള്ളിൽ ഇറങ്ങിയിടാം പിന്നെ. അച്ചാരം കൊടുത്തതല്ലേ അച്ചാരം കൊടുത്തതല്ലേ അച്ചി വരും മുന്നേ. അച്ചാരം കൊടുത്തതല്ലേ അച്ചി വരും മുന്നേ. കിച്ചാമണിയാട്ടത്തിന് കച്ച കെട്ടി പിന്നെ. കിച്ചാമണിയാട്ടത്തിന് കച്ച കെട്ടി പിന്നെ. പിച്ചങ്കത്തി 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 പിടിയടിക്ക്. പിച്ചങ്കത്തി പിടിയടിക്ക്. ബിണ്ടിക്കീറ വയലിൽ വന്ന് വിളവെടുക്ക് കരിമ്പേ. ബിണ്ടിക്കീറ വയലിൽ വന്ന് വിളവെടുക്ക് കരിമ്പേ. എത്രയോ കണ്ട് കണ്ട് തഴമ്പിച്ചു വന്ന കണ്ണ്. എത്രയോ കണ്ട് കണ്ട് തഴമ്പിച്ചു വന്ന കണ്ണ്. അത്തിക്കരാവത്ത് കറന്നെടുക്കണ പെണ്ണ്. അത്തിക്കരാവത്ത് കറന്നെടുക്കണ പെണ്ണ്. അപ്പത്തിന് ഞാൻ കൊതിച്ച് പശിയെടുത്ത് വന്ന്. അപ്പത്തിന് ഞാൻ കൊതിച്ച് പശിയെടുത്ത് വന്ന്. നാം പിറന്ന് വളർന്നതെല്ലാം കരിയങ്കാട്ട് മണ്ണിൽ. നാം പിറന്ന് വളർന്നതെല്ലാം കരിയങ്കാട്ട് മണ്ണിൽ. മുഖത്ത് പൗഡർ പൂശിയിട്ട് ഒരുപാട് കാലായി. കുറെ സ്ഥലത്ത് ഡാൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും സന്തോഷം കിട്ടിയിട്ടില്ല. പൗഡർ വാങ്ങിക്കണം, കാശിതാ. എന്താ ചെയ്ത്? പെട്ടി നിറച്ച പൗഡർ അടിക്കാനുള്ള ഡാൻസ് കളിച്ചില്ലേ? പിന്നെയും പൗഡർ വേണോ? ഇട്ട പൗഡറൊക്കെ മാറ്റി കളയണ്ടേ? അതിന് സോപ്പും തുണി അലക്കുന്ന സോപ്പ് പൊടിയൊക്കെ വാങ്ങിക്കണ്ടേ? ഡാൻസിന്റെ കാശല്ലേ അതല്ലേ? മിണ്ടായിരിയടാ. അടിപൊളിയായിരുന്നിട്ടാ. വരട്ടെ. ശരി ചേട്ടാ, മൊയിൽക്കുട്ടിയുടെ വീടോടാ? എന്തേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് ചോദിച്ചൂടെ? എന്താ ചോദിച്ച്? ആ മൊയിൽക്കുട്ടി ബാലയുടെ വീട്. മര്യാദക്ക് ചോദിക്കുക. അല്ല പിന്നെ ഈ പൗഡറും ഫോളോ ചെയ്ത് പോയാൽ മതി. അതെവിടെ തീരുന്നു അതാണ് മുതലാളിയുടെ വീട്.
ചേട്ടാ ഇവിടെ മൊയിൽക്കുട്ടി ബാലൻ എന്നൊരാള്. ആ എന്തിനങ്ങനെ വലിച്ചു പറയുന്നേ? മൊയിലെന്ന് ഷോർട്ടായിട്ട് പറഞ്ഞ പോരെ? അല്ലട മൊയിലേ. ചേട്ടാ അത് നിങ്ങളാണോ? കാര്യം എന്താന്ന് പറയേ? ഞങ്ങളുടെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിട്ടുണ്ടെന്നാ? അതിനെന്താ വല്ല കൈയും കാലുണ്ടോ ഇറങ്ങാനായിട്ട്? എന്തുവാടി ഒന്ന് തെളിച്ചു പറയേ. ആരും ഇറക്കിയിട്ടുണ്ട് ചേട്ടാ. അപ്പൊ ഇറക്കിയവനോട് പോയി ചോദിക്ക്. ചേട്ടാ നിങ്ങളാണോ അത് ഇറക്കിയിരിക്കുന്നത്? വന്നപ്പോ മുതൽ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ, സ്വർണ്ണം നല്ലല്ലോ, വെറും പൗഡറല്ലേ ഇറക്കിയത്. ഏത് സാധനം കയറ്റിയാലും അത് ഇറക്കുന്നിടത്ത് കണക്ക് കാണിക്കണ്ടേ, അല്ലെങ്കിൽ ജോലി പോവും. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഞങ്ങൾക്കും കയറ്റുകൂലി ഇറക്കുകൂലിയൊക്കെ വേണ്ടേ? അത് എത്രയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരാം. ഒരാൾക്ക് 2000 വെച്ച് കൊടുക്കുകയാണെങ്കിൽ 8 ആള്. കിടക്കട്ടെ, 10000 രൂപ ആവും. ഓക്കെ അല്ലേ? ശരിയേട്ടാ. ഡാ ആ പെട്ടിയൊക്കെ ഒന്ന് എടുത്തു കൊടുത്തേ. അതെ, ഒന്നും തോന്നരുതേ, പെട്ടിയിലുള്ള പകുതി സാധനമൊക്കെ നാട്ടുകാരുണ്ടോയി. അങ്ങോട്ട് നോക്കി. അളിയാ, പൗഡർ കൊണ്ട് കാശുണ്ടാക്കിയത് കണ്ടില്ലേ? ഇതിലെന്തോ ഒരു പന്തികേടുണ്ടടാ. ആരെങ്കിലും പൗഡറിന് ഇത്രയും കാശ് എന്നിട്ട് പോവോ? ഡാ മണ്ടാ, പേടിച്ചിട്ടാണോ അവന്മാർ പൈസ എന്ന സാധനം കൊണ്ടുപോയത്? അതിന്റെ ഇടയിലാണ് നിന്റെ ഒരു സംശയം. മുതലാളി നമസ്കാരം. ആ എന്താ ചെയ്യാ? 4 ജോഡി ടയർ വേണമായിരുന്നു. എത്ര സൈസ്? 10-ന് 20 മുതലാളി. 10-20? 4 ദിവസം ആവല്ലോ. കുഴപ്പമില്ല മുതലാളി. ഇത് വാങ്ങിക്കും മുതലാളി. ആ എന്നാ വരട്ടെ മുതലാളി. ആ എന്തിനാ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിച്ചേ? ഇതിലും ഭേദം കടയിൽ നിന്ന് മേടിക്കുന്നത്. കടയിൽ നിനക്ക് എടുത്തു വെച്ചിരിക്കല്ലേ, നിന്റെ കയ്യിൽ അതിന് 1.5 ലക്ഷം ഒന്നും ഇല്ലല്ലോടാ. എന്തേ വാ. എന്താടാ വെടിമരുന്നൊക്കെ വന്നു? അതെല്ലാം വന്നു ചേട്ടാ. കംപ്രസറിന് വേണ്ടി ഒരു 50 ചോദിച്ചിട്ടുണ്ട്. എന്താ മാമ എന്തിനാ വരാൻ പറഞ്ഞ? നമസ്കാരം ചേട്ടാ. എന്താടാ മെനിഞ്ഞാന്ന് ഇറക്കുമതി നടന്നിരിക്കുന്നു, വേറെ ആരെങ്കിലും ആയിട്ട് കച്ചവടം ചെയ്യുന്നോടാ? അത് വെറും മുഖത്തിടുന്ന പൗഡറാ. അതുകൊണ്ട് മാമൻ എന്ത് ചെയ്യാൻ പോവാ? അതുകൊണ്ടല്ലേ നാട്ടുകാർക്ക് കൊടുത്തത്. ദാനം ചെയ്തല്ലേ. ആ പിന്നെ 4 ജോഡിക്ക് ഓർഡർ വന്നിട്ടുണ്ട്, 10-20 സൈസ്. 2 ദിവസം ആവില്ല. 4 ദിവസം സമയം ചോദിച്ചിട്ടുണ്ട്, അതിനുള്ളിൽ കൊണ്ടൊന്ന് തരാൻ നോക്ക്. എന്നടാ 5000 രൂപ അഡ്വാൻസ്. വരട്ടെ മാമ. ആളെത്തി. എന്താടാ എല്ലാരും കൂടെ ഒരുമിച്ച്? നമ്മുടെ നാട്ടിൽ PPL 2020 ടൂർണമെന്റ് നടക്കാണ് ചേട്ടാ. നമ്മുടെ പല്ലപ്പെട്ടി പ്രീമിയർ ലീഗ് 2020. നമ്മൾ എന്ത് ചെയ്യാനാ? അത് നിങ്ങൾ വേണം നടത്തി കൊടുക്കാൻ. നടത്തി തരണമെന്നോ? ഞങ്ങളെ ടീമിന് റാബിറ്റ് ബോയ്സ് എന്ന് ചേട്ടന്റെ പേരാ വെച്ചിരിക്കുന്നത്. ആഹാ, നമ്മുടെ പേര് ഇംഗ്ലീഷിലൊക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കടേ. ബാല, ഇവന്മാരൊരു ഓഫറായിട്ടാ വന്നിരിക്കുന്നത്. ഓഫറുമായിട്ടോ? നിങ്ങളുടെ ഫ്ലെക്സും വെക്കും ചേട്ടാ. ഫ്ലെക്സോ? 5 രൂപ തന്നാൽ തന്നെ ഓരോരുത്തന്മാർ അമ്പയർ ആവണമെന്ന് ആഗ്രഹിക്കും. ഇയാളാണെങ്കിൽ 50,000 രൂപ തന്നിട്ട് സ്റ്റേജിൽ പോലും കേറാൻ പറഞ്ഞിട്ട് കേറുന്നില്ലല്ലോ. എന്തൊരു മനുഷ്യനല്ലേ. ഡാ, നീ ഇത് എന്ത് കണ്ടിട്ട് 50,000 കൊടുക്കാന്ന് പറഞ്ഞത്? കയ്യിലാണെ 10 പൈസ ഇല്ല. അത് ഇവിടെ മമ്മോ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ത്രെഡൊക്കെ നല്ലതാണോടാ? ചേട്ടാ എല്ലാം പുതിയതാന്നേ. ഡാ അതൊന്നും തുറന്നു കാണിച്ചേ. റേറ്റ് കുറച്ച് കണ്ടിറങ്ങി തരണേ. അല്ല ചേട്ടാ, പണ്ടൊക്കെ റോഡിൽ 2 ഭാഗത്തും മരാണേ, അതുകൊണ്ട് പണി എളുപ്പമായിരിക്കും. ഇപ്പൊ റോഡിന്റെ വീതി കൂട്ടാനേ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞേ. കുറച്ച് റിസ്കുള്ള പണിയാണേ, എങ്ങാനും പാളിപ്പോയാ പണി കിട്ടുവേ. എന്താടാ സംസാരമൊക്കെ മാറിയിരിക്കുന്നല്ലോ, കേട്ടോടാ. ഈ തൊഴിൽ ചെയ്തിട്ട് അടുപ്പ് കത്തിക്കേണ്ട ഗതികേട് എനിക്കില്ല. ചെറുപ്പം മുതലേ നിങ്ങൾ അറിയാലോ, നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. കൂടുതൽ വേണമെങ്കിൽ വേറെ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് വിറ്റോ. കയ്യിലുള്ളത് തന്നാ മതി മാമ. ഇവന്റെ വർത്താനം ശരിയല്ല കേട്ടോ. അവനോട് പറഞ്ഞേക്ക് സാധനം കൊണ്ടുപോയി കോറി ഗോഡൌണിൽ ഇറക്കി. ഓ ശരി മാമു. അതിന്റെ ഒരു മോന്ത കണ്ടില്ലേ? ചേട്ടാ 4 ചായ. എന്തുവാടേ ഇത്? ഫ്ലെക്സ് പറഞ്ഞിട്ടല്ലേ വെച്ചത്. എനിക്ക് വെച്ചത് ശരി, നിനക്കെന്തിനാടാ വെച്ചത്? ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണല്ലോ. ബാല അടിപൊളിയാ. ചേട്ടനൊരു ചായ പറയടാ. കുമാരേട്ടാ. എടാ മുത്തു, പഴനി, എല്ലാരും ഇങ്ങോട്ട് വാടാ. ഇവിടെയുള്ള എന്ത് വേണം കഴിച്ചോ. വേണമെങ്കിൽ 300 ചായ താൻ തന്നെ കുടിച്ചോ. നാട്ടുകാരെ വിളിക്കുന്ന പരിപാടി വേണ്ട, അല്ലെങ്കിൽ തന്നെ വലിയൊരു ബില്ലിട്ട് എല്ലാം മുങ്ങിയത്. ആദ്യം ആ കടമൊക്കെ തീരട്ടെ. ചേട്ടന് ചൂടായിട്ടൊരു ചായ എടുത്തേ. എടാ ബാല, ഇവിടെ ഇങ്ങനെയുള്ള
ബാനറൊന്നും വെക്കരുതെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്തിനാടാ ഓരോ വയ്യാവേലി വരുത്തി വെക്കുന്നത്? എന്താ സാറേ, എന്താ ഇപ്പൊ പ്രശ്നം? നമ്മുടെ ഫ്ലെക്സ് നമ്മുടെ നാട്ടിൽ വെക്കാതെ പിന്നെ വേറെ എവിടെയാ വെക്കുക? ഇത് ഹൈവേ ഒന്നും അല്ലല്ലോ. എന്നാ ഇത് വെച്ച് എന്തെങ്കിലും വാങ്ങിച്ചോണ്ടോ? എന്ത് പറഞ്ഞാലും ഇങ്ങനെ തന്ന് എല്ലാവരുടെയും വായ അടപ്പിച്ച നീ. ചേട്ടാ, ബാലേട്ടനൊന്ന് കാണണം. ചേട്ടാ, ബാലേട്ടനെ ഒന്ന് കാണണം. എന്താ കാര്യം? പ്രധാനപ്പെട്ട കാര്യം ഏട്ടാ. അതുകൊണ്ടാ പറയാൻ പറഞ്ഞത്. ബോസ് ദിണ്ടുക്കൽ കോളേജിൽ പഠിക്കുക. പേര് ബില്ലാകുമാർ. ശരി. രാവിലെ 5 മണിക്കൊക്കെ അലാറം വെച്ച പോലെ പെട്ടെന്ന് എണീറ്റ് പോവാ. അമ്മായി അച്ഛന്റെ വീട്ടിലുള്ള പോലെ സ്വന്തം അച്ഛനെ അമ്മയും അമ്മായി അമ്മയച്ഛൻ വിളിക്കാൻ തോന്നുക. എന്താടാ ഇത്? ഇങ്ങനെയൊക്കെ ദിവസം ബോസ് എന്നോട് പറഞ്ഞോണ്ടിരിക്കുക ചേട്ടാ. അതിനെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഭ്രാന്താശുപത്രി പോയിക്കൂടെ? മനസ്സിലായില്ലേ, അവൻ പ്രേമിക്കുന്നുണ്ടെന്ന്. അതെ ചേട്ടാ, അവള് കഴിച്ചാലേ ബോസും കഴിക്കുള്ളൂ. അവള് ഉറങ്ങിയാലേ ബോസും ഉറങ്ങുള്ളൂ. അവള് ചിരിച്ചാലേ. ഒന്നും രണ്ടൊക്കെയോ? കളിയാക്കല്ലേ ചേട്ടാ. ഈ ലെറ്റർ ഒന്ന് അവളുടെ അടുത്ത് കൊടുത്താൽ മതി. മണ്ട, ഇപ്പൊ എല്ലാവരും SMS, ഇമെയിൽ, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക് വഴിയല്ലേ പ്രേമിക്കുന്നേ. നിങ്ങളാണെങ്കിലോ ജാമ്പവാൻ കാലത്ത് ലെറ്ററും കൊണ്ട് നടക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന SMS, ഇമെയിൽ, ഫേസ്ബുക്ക്, ട്വിറ്ററിലൊക്കെ രക്തം കൊണ്ട് എഴുതാൻ പറ്റുമോ ചേട്ടാ? ഇതെന്റെ ബ്ലഡ് കൊണ്ട് എഴുതിയതാ. ബോസേ, നിങ്ങളുടെ ബ്ലഡിന്റെ സ്റ്റോറി ഭയങ്കര ടച്ചിങ് ആയിട്ടുണ്ട്. ഇത് ഞാൻ നോക്കിക്കോളാം. ബോസേ, അതിങ്ങ് തന്നെ. ഇതാണ് ലെറ്റർ. ഇതിൽ 5000 ഉണ്ട്. പണി കഴിഞ്ഞിട്ട് ബാക്കി കൂടെ വാങ്ങിച്ചോ. അഡ്വാൻസ് ഒന്നില്ലേ, ഇനി സമാധാനമായിട്ട് പൊയ്ക്കോ. ചെല്ല്. എന്നാ ശരി ചേട്ടാ, പോവാം ബോസേ. ഇത്രയും കാശുണ്ടല്ലോ. ഒരുപക്ഷെ പ്രണയം സ്ട്രോങ് ആയിരിക്കോ ചേട്ടാ. അവൾ ഇതുവഴിയാ ദിവസവും പോകുന്നേ. ഒന്നടങ്ങ്. ബോസിന്റെ ആൾ ആരാണ് ഞങ്ങൾ കാണിച്ചാരട്ടെ. അല്ലളിയ, ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഒന്നും പോകുന്നില്ലേ? അതാണോ? നല്ല പഴുത്ത തക്കാളി പോലെ നടന്നു പോകുന്നില്ലേ? അതാണോടേ. ഈ പായസത്തിലുള്ള മുന്തിരിനെ പോലെ പോകുന്നില്ലേ? അതാണോ? ഒന്നും മിണ്ടാതിരിക്കട്ടാ. അല്ലെങ്കിൽ മുന്തിരിയെ പോലുള്ള മോന്തയുള്ളവളാണോ? സോറി ബോസ്. ബോസിന്റെ ആളെ കുറിച്ച് സംസാരിക്കുമ്പോ ഒന്ന് നോക്കിയും കണ്ടൊക്കെ പറ. ബോസിന് ദേഷ്യം വരുന്ന കണ്ടില്ലേ? ശരി ബോസ്, ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വരാം. ആള് വരുമ്പോ വിളിച്ചാൽ മതി. അവള് വന്നു. അളിയ, ഇന്നത്തെ ദിവസം ശരിയല്ലെന്ന് തോന്നുന്നേ. ഞാൻ പോട്ടെ. നിക്കടാ. നീ എന്താ ലവ് ചെയ്യണോ? എന്ത് ലവോ? നിനക്കെന്താ ഭ്രാന്താണോ? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്താ, ബോസിന് ഇഷ്ടമാണല്ലോ. ബോസോ? ഏത് ബോസ്? പാടത്ത് കാക്കയെ ഓടിക്കാൻ കോലം കിട്ടി നിർത്തിയ പോലെ ഒരുത്തൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്നില്ലേ? ആ ബോസ് തന്നെ. എന്താ നോക്കി, ഇതൊന്നും ശരിയല്ല കേട്ടോ. എന്റെ അച്ഛനെങ്ങാനും ഇതറിഞ്ഞ വലിയ പ്രശ്നമാവും. അതൊക്കെ തന്നെയല്ലേ പറയുന്നേ. നിന്റെ വീട്ടിലറിഞ്ഞത് വലിയ പ്രശ്നമാവുന്നേ. അതോടെ നിന്റെ പഠിത്തം അവസാനിക്കും. പിന്നെ ഏതെങ്കിലും മുറച്ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചും വിടും. 2 കൊല്ലം കഴിഞ്ഞാൽ നിന്റെ 2 ഒക്കത്തും കൊച്ചുങ്ങളുണ്ടാവും. പിന്നെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണം, അമേരിക്ക പോയിട്ട് ഡോളർ സമ്പാദിച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ നശിച്ചു പോകട്ടാ. ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമൊക്കെ എന്റെ കയ്യിലുണ്ട്. അത് വേറൊന്നുമില്ല. ബോസ് നിന്റെ കയ്യിൽ ലെറ്റർ തരാൻ വേണ്ടിട്ട് ഒരു 5000 രൂപ തന്നു. നീ ഒരു 10000 രൂപ താ. ബോസിന്റെ കാര്യേ അത് ഞങ്ങൾ നോക്കിക്കോളാം. അത്രയും കാശ് എന്റെ കയ്യിൽ ഇല്ലല്ലോ. നിന്റെ വീട്ടിലുണ്ടല്ലോ. നോക്ക്, രാത്രി നിന്റെ അച്ഛൻ കിടന്നുറങ്ങുമ്പോ അലമാറ തുറന്ന് ഒരു 10000 രൂപ എടുത്തോണ്ട് വന്നേക്ക്. ബാക്കി ഞങ്ങൾക്ക് വിട്ടേക്ക്. ഓ, അങ്ങനെ ഈ ഡീലും ഒക്കെ ആയി. ഇനി അവന്റെ കാര്യം നോക്കാം. വാ. ചേട്ടാ, ലെറ്റർ കൊടുത്തോ? ചേട്ടാ, അവൾ എന്താ പറഞ്ഞത്? അതെ, നിങ്ങൾ തന്ന കാശിന് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അവിടെ നടന്നൊക്കെ പറയണെങ്കിലേ എക്സ്ട്രാ കാശ് വേണം. ഒന്ന് പോ ബോസ്. ആകാശവാണി 936 കിലോ ഹെർട്സിൽ ഇന്നത്തെ പരിപാടികൾ തുടർന്ന് കേൾക്കാം. ബോസേ, വർക്കൗട്ടായിന്നാ തോന്നുന്നേ. ചേട്ടാ, എന്തായി ചേട്ടാ? ലെറ്റർ കൊടുത്തോ? ഇല്ല ബോസേ. എന്തിനാ ചേട്ടാ കള്ളം പറയുന്നേ? കൊടുത്തേക്കടാ. അവന്റെ വളിച്ച മോന്തയും ഒരു കൂളിംഗ് ഗ്ലാസും. ചേട്ടാ, നിങ്ങൾ എന്നെ കളിപ്പിക്കുകയാണല്ലേ? കുടിച്ചത് മതി, വാ പോകാം. ഇനി ഈ പണി അങ്ങ് ചെയ്താലോ? മിണ്ടായിരിക്കടാ. അവനൊരു പ്രാന്തനാണ്. എന്താടാ എന്നെ കളിപ്പിച്ചൊക്കെ മതി ചേട്ടാ.
ആ പൈസ അങ്ങ് തന്നേക്ക്. നീ തന്ന പൈസക്കല്ലേ ലെറ്റർ കൊടുത്തത്, എന്നിട്ട് ഇപ്പൊ തിരിച്ചു ചോദിക്കാ? പിന്നെ തിരിച്ചു തരാതെ. എടാ മോനെ, ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ തന്നെയാ. മര്യാദക്ക് പൈസ തിരിച്ചു കൊടുക്ക്. താനൊന്ന് പോടോ. അവൻ പറഞ്ഞ കേട്ടില്ലേ, തരാൻ പറ്റില്ലെന്ന്. ഒന്ന് വാങ്ങിച്ചതാ. വേണ്ട, കൈ കൊണ്ടുള്ള പ്രയോഗമൊന്നും വേണ്ട. വണ്ടി എടുത്തടാ. എന്താന്ന് നോക്കിയേ. പൈസക്ക് ഞങ്ങള് ലെറ്റർ കൊടുത്തു. എന്താടാ പ്രശ്നം? ചോദിക്കുന്ന കേട്ടില്ലേ? എന്താ പ്രശ്നം? മാമൻ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പറയടാ, എന്താന്ന് പറ. ഇവരെന്റെ അടുത്ത് ലവ് ലെറ്റർ എന്ന് മാമന്റെ മോൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്ത്? അവന് കിട്ടിയത് പോരാ, ഇനിയും കൊടുക്കടാ. കിടക്കും. അവൻ ചത്തുപോകും. അഴിച്ചു വിടാൻ പറ, പോട്ടെ. വിട്ടേക്ക്. ഇനി എന്റെ മോളുടെ കൺവെട്ടത്ത് കാണില്ലെന്ന് പറഞ്ഞ് കാലിൽ വീണ് മാപ്പ് വയ്ക്കാൻ പറയടാ. എന്റെ അടുത്തുനിന്ന് കാശ് മേടിച്ചിട്ട് എനിക്ക് എന്നെ പണി തന്നല്ലടാ. നീയൊക്കെ നന്നായി വരും. ഞാൻ എത്ര തവണ പറഞ്ഞതാ പെൺപിള്ളേരെ കൂടുതൽ പഠിപ്പിക്കരുത്, 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചാൽ മതിയെന്ന്. ഒരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നവരെ സൂക്ഷിച്ച് വളർത്തണമെന്ന്. ഞാൻ പറയുന്ന ആര് കേൾക്കാനാ? എന്നിട്ട് അവൻ ശല്യം ചെയ്യുന്നു, ഇവൻ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു നിൽക്കുക. ആൺകുട്ടികൾ ഇല്ലാത്ത സ്കൂളിൽ ചേർത്തുകൂടായിരുന്നോ? നാട്ടിലുള്ളവന്മാർക്ക് ഒരു പെങ്കുച്ച് പുറത്തിറങ്ങി നടന്നാ മതി, പിന്നെ അവളുടെ പുറകെ നടക്കുന്നതായിരിക്കും അവന്മാരെ പണി. എന്താണ് നീ പറഞ്ഞേ? എന്റെ മോളെ ആണിനെ പോലെ ഞാൻ വളർത്തൂടി. വേണമെങ്കിൽ അമേരിക്കയിൽ വെച്ച് ഞാൻ അവളെ പഠിപ്പിക്കും. ആരെങ്കിലും എന്റെ മോളെ കളിയാക്കിയെന്ന് ഞാൻ അറിഞ്ഞോ, വെട്ടി നുറുക്കും ഞാൻ. നീ പേടിക്കാതെ പഠിക്കും മോളെ. പോയി ജോലി നോക്കടാ. അവന് കിട്ടിയ ഒരു അടി എനിക്ക് കിട്ടിയിരുന്നെങ്കിലേ ഞാൻ വടിയായനെ. വാ പോവാ, ഇവിടെ നിക്കണ്ട. ഇപ്പൊ കാണിച്ചുതരാം ഞാൻ. വേഗം വണ്ടി എടുക്ക്. നിക്ക്, നിനക്കെന്നോട് ലവ് ആണോ? ആർക്കാ നിന്നോട് ലവ്? നിനക്ക് തന്നെ. എന്നേ ഞാൻ എന്റെ അച്ഛനോട് എങ്ങാനും പറഞ്ഞ പിന്നെ എന്താ സംഭവിക്കാന്ന് അറിയാലോ. എന്താ ഇങ്ങനെ നോക്കുന്നെ? ഞാൻ പറയട്ടെ, അവനെ അടിച്ച പോലെ എന്തായാലും നിങ്ങളെ കെട്ടിയിട്ടൊന്നും അടിക്കില്ല. JCBയില് തല കീഴായി കെട്ടി തൂക്കി ഈ നാട് മുഴുവനും കൊണ്ടു നടക്കും. അതുകൊണ്ടൊന്നും തീരുന്നില്ല. ലോറിയുടെ അടിയിൽ നാരങ്ങ വെച്ച് ചതയ്ക്കുന്നത് പോലെ ചതച്ചു കളയും നിന്നെ. മനസ്സിലായോ? ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എത്ര വേണ്ടെന്ന് പറ, ഇപ്പൊ തന്നെ സെറ്റിൽ ചെയ്തേക്കാം. ഇപ്പൊ അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ചെല്ല്, മെസ്സേജ് വരും, അത് ഫോളോ ചെയ്യും. വണ്ടി നിർത്തിയേ. എന്താടാ ഇത്? അവളാടാ. എന്താടാ അയച്ചിരിക്കുന്നത്? 500 കോണ്ടമും വാങ്ങിച്ചുകൊണ്ട് ഡിണ്ടുക്കൽ ആനന്ദ ലോഡ്ജിലേക്ക് പെട്ടെന്ന് വരണം എന്ന് കയ്യിൽ. ഇവിടെയാണോ? ഡാളിയ, ഈ ലോഡ്ജിൽ ഇതൊക്കെയാണോ നടക്കുന്നത്? ഒന്ന് ഇരിയടാ, നോക്കാം. ഈ ബാലാന്ന് പറയുന്ന ചേട്ടനാണോ? ഇതാ വാങ്ങിച്ചു. ഞാൻ ചന്ദ്രു. ഇതാ ചേട്ടനുമുണ്ട്. താങ്ക്സ്. വരൂ പോകാം. ഡാളിയ, ഈ നടു റോട്ടിൽ എന്താ പരിപാടി? വന്നേ. എടി, നീ അതൊന്ന് വാങ്ങിച്ചു വെച്ചേ. ഞാൻ ഇപ്പൊ വരാം. ചേട്ടാ, ഈ നോട്ടീസ് ഒന്ന് വാങ്ങിക്കൂ. ഞങ്ങളൊക്കെ അത്രയ്ക്ക് മോശക്കാരാന്ന് കരുതിയോ? ചേട്ടാ, ഈ ലോകത്ത് 6.5 കോടി ആളുകൾക്ക് എയ്ഡ്സ് ഉണ്ട്. ഇന്ത്യയിൽ മാത്രം 57 ലക്ഷം പേരെ ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രം 24,50,000 പേരെ ബാധിച്ചിട്ടുണ്ട്. അതിലെ കുട്ടികൾ മാത്രം 14,500 ഉണ്ട്. എയ്ഡ്സ് ബാധിച്ചവര് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അടുപ്പമുള്ളവരായിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരുടെ കുട്ടികളായിരിക്കാം. എന്ന് കരുതി അവരൊക്കെ മോശപ്പെട്ടവരാണെന്നല്ല. അതിനെക്കുറിച്ചൊരു അറിവില്ലാത്തതുകൊണ്ടാ. വരും തലമുറയ്ക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോറി മോളെ, എനിക്ക് ഒരു 50 നോട്ടീസാ. ഞാൻ എല്ലാവർക്കും കൊടുത്തേക്കാം. ശരി ഏട്ടാ, ഒരുപാട് താങ്ക്സ്. എന്താ ചേട്ടാ ഇങ്ങനെ നിൽക്കുന്നേ? ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നില്ലേ? ഫ്രീയാ? സാറ് പൂജല്ലായിരുന്നു. ദേ വരുന്നുണ്ട് കേട്ടാ. ഇടുക്കിന്ന് കാശിയാണ് ലൈനില് കേട്ടാ. കാശി, സുഖല്ലേ? 2 മാസമായി കറങ്ങിക്കൊണ്ടിരുന്ന റോഡ് കോൺട്രാക്ട് നമുക്ക് തന്നെ കിട്ടി. ആ ഓർഡർ മേടിക്കാൻ പോവാ. കുറച്ച് പഴങ്ങൾ കൊടുത്തു, കിട്ടിയോ? പഴങ്ങളോ? ഒന്ന് വേഗം എടുക്ക്. വന്നെന്നാ തോന്നുന്നു. ഒന്ന് പിടിച്ചേ. ശരി എന്നാ ഞാൻ വെക്കട്ടെ. എന്നാടാ തരൂ കേട്ടോ. നിങ്ങൾ ഇവിടെ നിൽക്ക്. സാറേ നമസ്കാരം. വരൂ സാറേ, വരൂ, ഇരിക്കൂ. ഞാൻ പഞ്ചാമൃതം 10 ടിന്ന് അയച്ചിരുന്നു. കിട്ടിക്കാണൂല്ലേ? രാഷ്ട്രീയക്കാർ മുതൽ PAക്ക് വരെ കൊടുത്തിട്ടല്ലേ നിങ്ങൾക്ക് ടെൻഡർ ഓക്കെ ആക്കിയത്. സാർ, ഇതിലൊന്ന് സൈൻ ചെയ്തേക്കൂ. സാറേ, ഈ കോൺട്രാക്ട് നന്നായി തീർത്തു വരുവാണെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് ഇടുന്നോളൂ ഞാൻ ചെയ്യാം. അതിനെന്താ, നന്നായി ചെയ്തുതരാം. അപ്പൊ വരട്ടെ സാറേ.
ആരുടെ വണ്ടി അത്? എപ്പോ നോക്കിയാലും നടുറോടി തന്നെ ഉണ്ടല്ലോ. അതൊക്കെ ആ വീരഭദ്രന്റെ ആൾക്കാര്. അയാളുടെ ആൾക്കാരാണെങ്കിൽ നിങ്ങളാരും ചോദിക്കില്ല. അവരെന്ത് ചെയ്താലും ആരും ചോദിക്കില്ല സാറേ, അഹങ്കാരികളാ. ക്വാറി കോൺട്രാക്ട് എടുത്ത് നടത്തുമെന്ന് പറഞ്ഞിട്ട് മോഷണം മുതൽ വാങ്ങി വിൽക്കുക സാറേ അവന്മാര്. അത് മാത്രമല്ല, മണൽക്കടത്ത് വേറെ ഉണ്ട് സാറേ. എതിർക്കാൻ ശ്രമിച്ച തഹസിൽദാരെ ആ മാഫിയ ലോറി കയറ്റി കൊല്ലുകയും ചെയ്തു. വണ്ടി ഒന്ന് നിർത്തും. നിനക്കൊക്കെ വണ്ടി നിർത്താൻ വേറെ സ്ഥലം കിട്ടിയില്ല. എന്ത് തന്നെയാണെങ്കിൽ അത് മുതലാളിയോട് പറ സാറേ. ആരാണ് നിന്റെ മുതലാളി? പ്രശ്നം എന്താ? ഓ, നിങ്ങളായിരുന്നു അത്. കളക്ടറൊക്കെ പോകുന്ന റോഡായത്. റോഡ് ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ വണ്ടി ഇട്ടാ എങ്ങനെയാ? സമാനം പറയണേ ഞങ്ങളല്ലേ. കിട്ടണ്ടേ തന്നാലേ മിണ്ടായിരിക്കില്ലേ? അല്ലെങ്കിൽ കളക്ടർ വരും, മറ്റവൻ വരും എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. എടോ, ഗവൺമെന്റ് റോഡ് ഉണ്ടാക്കാനുള്ള കോൺട്രാക്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. വണ്ടി എവിടെ വേണമെങ്കിലും നിർത്തും. താൻ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിട്ട് വണ്ടി എടുത്തോണ്ട് പോകാൻ നോക്ക്. വന്ന് കയറാ. വണ്ടി എടുക്ക. ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി? എല്ലാരും വന്ന് പാല് കൊടുത്തു നോക്കി. ഇനി നിങ്ങളും കൂടെ കൊടുത്തു നോക്ക്. അപ്പോഴെങ്കിലും സന്തോഷത്തോടെ പോകുമോ നോക്കാം. അവള് കുടിച്ച പാലിന് 5 വർഷമായാലും അവള് ചാവില്ല. മിണ്ടാതിരിക്കുന്നുണ്ടോ? ബാല, നീ ഒഴിച്ചു കൊടുക്ക. ആരാ? ബാലയാണോ? എന്റെ പേരക്കുട്ടി എത്തിയോ? എന്താ മുത്തശ്ശി? ഒന്നുമില്ല, പേടിക്കണ്ട, ഞാനുണ്ടല്ല. എന്നാ ചേച്ചി, മുത്തശ്ശിക്ക് മരുന്ന് കാണിച്ചു. എനിക്ക് താടാ, അവളടുത്ത് കൊടുക്കാത്ര. എന്താടാ? തള്ള രക്ഷപ്പെട്ടു, നമ്മള് പെട്ടു. നീ ഇതൊന്ന് വായിച്ചു നോക്കിയേ. നമസ്കാരം മോനെ. നമസ്കാരം. ബാലയാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇതും പറ്റിക്കാനുള്ള പരിപാടിയാ. ഈ നാട്ടിലെ കുടിയന്മാരെയൊക്കെ കുടിപ്പിച്ച് നന്നാക്കാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നേ. വാ, നമുക്ക് പോയി 2 അടിക്കാം. കറക്റ്റ് സ്പോട്ടിൽ തന്നെ എത്തിയല്ലോ. ഇത് തന്നെയാ സ്ഥലം. വന്നാട്ടെ. ശരി ശരി. ഡാ, ഇവൻ ഒറ്റൊരുത്ത മതിയല്ലോ ഈ കുപ്പി മൊത്തം കാലിയാക്കാൻ. നമുക്ക് വല്ലതും കിട്ടുവോ? ഇങ്ങോട്ട് വന്നേക്കൂ. സൂക്ഷിച്ച് പിടിക്ക്. നീ ഇങ്ങ് വന്നേ. ഹലോ, എങ്ങോട്ടാ വരുന്നേ? ഇത് പെമ്പിളർക്ക് മാത്രമേ ഉള്ളൂ. ഹലോ, ഒരുപാട് താങ്ക്സ്. എനിക്ക് വേണ്ടിയേ ഇവർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന്. ഡാളിയ, അവള് നമ്മൾ ഒരുപാട് വട്ടം കറക്കുന്നുണ്ട്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലടാ ഇത് വേണ്ടെന്ന്. അവളെ ഇനി ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഡാ, നീ ആരുമില്ല, ഒന്ന് വണ്ടി നിർത്തിക്കേ. അതെ, ഐസ്ക്രീം ചേട്ടോ, ഒന്ന് നിന്നേ. എല്ലാരും ഇങ്ങോട്ട് എന്നാ പിടിച്ചോ. ഇതിലാരാ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നേ? റാബിറ്റ് ബോയോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 7th സ്റ്റാൻഡേർഡ്. ഇംഗ്ലീഷിൽ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ അറിയോ? അറിയാലോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഇന്നാ ഞാൻ പറയുന്ന ഈ നമ്പറിലേക്ക് ഒന്ന് അയക്കി കാണട്ടെ. വേഗം പറഞ്ഞേട്ടാ, ഐസ്ക്രീം അലിഞ്ഞു പോവും. ഐ ലവ് യു. അടങ്ങടേ. എന്താടാ മിഴിച്ചോണ്ട് നിക്കുന്നേ? ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞൂടെ? ടൈപ്പ് ചെയ്തു. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. അതെങ്ങനെ ഇംഗ്ലീഷ് പറയും? ഐ വോണ്ട് ടു മാരി യു ചേട്ടാ. അതാണ് സംഭവം. പറഞ്ഞതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഒന്ന് നിക്കണോ? ടൈപ്പ് ചെയ്തോ? അയച്ചിട്ടുണ്ട് ചേട്ടാ. അനിയ, ഇത് മായ്ക്കാൻ പറ്റോടാ? ഇവിടെ മായ്ക്കാം, പക്ഷെ അവിടെ മായ്ക്കാൻ പറ്റില്ല. അളിയ, സോറിയടാ. ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ച് നിന്നെ കളിപ്പിക്കാന്നാടാ വിചാരിച്ചത്. പക്ഷെ ഈ കുരുത്തം കെട്ട് ചെക്കൻ അയക്കുന്നു ഞാൻ വിചാരിച്ചില്ലടാ. പൈസ അവൻ്റെ അടുത്ത് വാങ്ങിച്ചാ മതി. മര്യാദക്ക് അവിടെ നിക്കടി. നിക്കാനാ പറഞ്ഞത്. അവിടെ നിക്കടി. എന്താടി അവിടെ? ഇങ്ങോട്ട് പാടി. എന്താ ചേച്ചി, കുഞ്ഞിനെന്തിനാ ഇങ്ങനെ അടിക്കുന്നത്? 3 ദിവസമായിട്ട് ഇവള് പള്ളിക്കൂടത്ത് പോയിട്ടില്ല. എന്തു പറ്റി മോളെ? സ്കൂളില് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതിന് 700 രൂപ കാശ് അടക്കണത്ര. ഇല്ലെങ്കിൽ പുറത്ത് മുട്ടുകാലയിൽ ഇരുത്തു അത്ര. എന്ന് നിങ്ങളോട് പറയാനാണ് എന്റെ അമ്മ എന്നോട് പറഞ്ഞു വിട്ടത്. എന്താ ചേച്ചി, കാശ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഇവളുടെ അച്ഛനാണെങ്കിൽ കുടിച്ചിട്ട് വീട്ടിൽ വരാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുക. എനിക്കും ജോലിയില്ലതായിട്ട് 5-6 മാസമായി. അത്യാവശ്യ ചെലവിന് പോലും വീട്ടിൽ 10 പൈസ ഇല്ല. എത്ര തവണ വെച്ചാ നിന്റെ അടുത്ത് ചോദിക്കുക. ചേച്ചി ഇത് വെച്ചോ, ആദ്യം കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്ക്. വാ. ഈ ചേച്ചി ഇതുപോലെ അഭിനയിച്ച് ഇവിടെ ഇങ്ങനെ തകർക്കുകയാണെങ്കിലേ, സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയാലേ ഉള്ള അവാർഡൊക്കെ ചേച്ചി വാങ്ങിച്ചോണ്ട് വരുമല്ലോ. പിള്ളേരെ, ചേട്ടൻ വിളിക്കുന്നുണ്ട്, ഒന്ന് വന്നേ. എന്താണ് അത്ര ആലോചിക്കാൻ? ഒന്ന് വേം വാ. ഞാനില്ലാളിയാ, നീ പോയാ മതി. വാടാ, കൊന്നുകളയും ഞാൻ. എന്താ കാര്യം ചോദിക്കേ? വെച്ച് നിന്നുണ്ടല്ലോ, നീ ചോദിക്കടാ. ചേട്ടാ ചേട്ടാ, എന്താ കാര്യം പറഞ്ഞിട്ട് പോ. കയലുമോൾ എന്തോ പറഞ്ഞിട്ടാ, അത് ചോദിക്കാൻ വേണ്ടിയാ. ഒന്ന് വേഗം വന്നേ. പണിയൊന്നുമില്ലല്ലോ. മോളെന്തേ ചോദിക്കുന്നു? അതിന്റെ പേരെന്താ മോളെ? പ്രോജക്റ്റ്. അതെ, അത് തന്നെ. നിങ്ങൾ രണ്ടുപേരും പോയി മേടിച്ചു കൊടുക്ക്. എന്താ വേണ്ടെന്ന് പറ മോളെ. അതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല അച്ഛാ. ചന്ദ്രു ഏട്ടാ, ഞാൻ മെസ്സേജ് അയച്ചേക്കാം, വാങ്ങിച്ചോണ്ട് വരണേ. എന്താണെങ്കിലും വാങ്ങി വീട്ടിൽ കൊടുത്ത് കാശ് മേടിച്ചോ, കേട്ടോ? ശരി.
വണ്ടി എടുക്ക്. ഏതാടാ ഇയാള് അടിച്ചു മാറ്റുന്ന സാധനമാണെങ്കിൽ പോട്ടെ, വാങ്ങിയിട്ട് വരുന്ന സാധനം വീട്ടിൽ പോയി പൈസ വാങ്ങണമെന്ന് വെച്ചാ മിണ്ടാരിടാ. ഞാൻ തന്നെ അവളുടെ അച്ഛൻ്റെ അടുത്ത് SMS കാര്യമല്ലോ പറയാന്നുള്ള പേടിയിലായിരുന്നു. അതിന്റെ ഇടയിലാണോ നീ കാശും ഗീഷെന്നൊക്കെ പറഞ്ഞു. എന്താണ്ട വന്നല്ല, സ്വർണത്തില് താലി, 2 മാല, ഒരു ബൊക്കെ, കസവ് മുണ്ട്, വെള്ള ഷർട്ട്, ബാലയുടെ സൈസില്. ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് രാവിലെ 11 മണിക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് വരണം. ഇമ്പോർട്ടന്റ് മാറ്റർ, കൊടൈക്കനാലിൽ ഹണിമൂൺ കോട്ടേജ് ബുക്ക് ചെയ്യണം. അളിയ സോറി അളിയ, ഒറ്റ ഒരു മെസ്സേജ് കൊണ്ട് ഇത്രയും പണി കിട്ടും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ശരി വിട്ടേക്കടാ, സാരമില്ല, രക്ഷപ്പെട്ടു. ആട്ടെ, നാളെ ഡിണ്ടുക്കലില് സ്വർണ്ണക്കടയ്ക്ക് എപ്പോഴാടാ തുറക്കുക? ആവശ്യമില്ലാതെ പണി വാങ്ങിച്ചു വെക്കല്ലേ. അവള് ചോദിച്ചതല്ല, അപ്പൊ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവര് വന്നടാ. എടാ എന്താ വരാൻ വൈകിയേ? എങ്ങോട്ട് വരാൻ? ഇവന്മാരെന്താ ഇവിടെ? അറിഞ്ഞ കൊന്നു കളയോ. ചന്ദ്രേട്ടാ എന്താ ഇത്ര ലേറ്റ് ആയേ? ഇങ്ങതാ താലി എവിടെ? ഒന്ന് വേഗം വാ. വാടാ. ഞാനൊന്നുമില്ല, അവനെ കൊണ്ടുവാ. അവരൊക്കെ വന്നു നോക്ക്. കസവുമുണ്ടും വെള്ള ഷർട്ടും. ഇത് എനിക്കെന്തിനാ? പോയി ഉടുത്തോണ്ട് വാ. മുഹൂർത്തം അടുക്കുന്നു, ചെറുക്കനെ വിളിച്ചോണ്ട് വരൂ. ചന്ദ്രേട്ടാ വേഗം മാല ഇടിച്ച് കൊണ്ടുവാ. ഒന്ന് വേഗം ആവട്ടെ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥി സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. ആ മാംഗല്യം കാണിച്ച് എല്ലാവരുടെ ആശീർവാദം മേടിക്കൂ. ആ പറഞ്ഞോളൂ. സ്വാമി, അത്യാവശ്യമായിട്ട് ഒരു കല്യാണം നടത്താണ്ട്. വരാന്നേറ്റ ആള് വന്നില്ല. സ്വാമിക്കൊന്ന് വരാൻ പറ്റുമോ? ഞാൻ ഇവിടെ ഒരു കല്യാണത്തിൽ ബിസിയാണ്. എന്നാ ഫോണിൽ തന്നെ മന്ത്രം ചൊല്ലിക്കോ, ഞങ്ങള് താലി കെട്ടിക്കോളാം. ഫോണിൽ ഒരു 1000 രൂപയ്ക്ക് റീചാർജ് ചെയ്തേക്കാം. അപ്പൊ മംഗളായിട്ട് ചെയ്യാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥി സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി. ആഗ്രഹം കണ്ടില്ലേ, അങ്ങോട്ട് കൊടുക്ക്. അവന്റെ ഒരു പൂതിയെ കണ്ടേച്ചാലും മതി. ചെറുക്കനോട് താലി കെട്ടാൻ പറയൂ. മാംഗല്യം മമ ജീവന ഹേതുന. ഇപ്പോഴൊന്ന് ശ്വാസം വീണത്. സ്വാമി, ഇവിടെ എല്ലാം മംഗളായിട്ട് നടന്നു, അവിടെ എല്ലാം നന്നായിട്ട് നടന്നു നോക്കി. എന്തായി പറയുന്നേ? എന്താ അസംബന്ധ ഈ കാണിക്കുന്നേ? എടാ വെങ്കട്ടെ, ഏതാടാ ഈ പെണ്ണ്? എന്റെ അടിവയർ കാണുന്നടാ. എന്തിനാടാ ഇങ്ങനെ ചെയ്ത്? ഈ പെണ്ണിന്റെ ജാതിയും മതമൊക്കെ അറിയോ നിനക്ക്? എല്ലാം കൊണ്ട് തൊലച്ചില്ലടാ. ഇത് നോക്കിയേ, നിങ്ങളുടെ മോന് നിങ്ങളുടെ അനുഗ്രഹത്തോടെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞോണ്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇവരെ അഗ്രഹാരത്തിലേക്ക് കേറ്റില്ലല്ലോ. അങ്ങനെയൊന്നും പറയല്ലേ സ്വാമി. ഇനി നിങ്ങൾ ഈ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് മന്ത്രം ചൊല്ലേണ്ട ആവശ്യമില്ല. ഇവൾക്കേ 3 അമ്പലം പണിയാനുള്ള ആസ്തിയുണ്ട്. അത്രയ്ക്ക് സ്വത്താ. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? എല്ലാം ഭഗവാന്റെ അനുഗ്രഹ. എന്ത് നടക്കണോ അത് നന്നായിട്ട് നടന്നു. ഹാപ്പി ആയിട്ട് പെണ്ണിനെയും ചെക്കനെയും വിളിച്ചോണ്ട് പോകും. നിങ്ങളുടെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഹാപ്പിയാ. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. താങ്ക്സ്. വാടാ പോവാ, പറയുന്നൊന്ന് കേക്കടാ. വാടാ. ടപ്പെന്ന് ചൊല്ലിയില്ലേ, നീട്ടിയൊരാണി അടിച്ചതുപോലെ ടപ്പെന്ന് ചൊല്ലിയില്ലേ. ആശയിതാണെന്നാശയേ, ആളും ഉള്ളിൽ കുടിലുകെട്ടിയേ. ആശയിതാണെന്നാശയേ, ആളും ഉള്ളിൽ കുടിലുകെട്ടിയേ. സഖിയേ നീ കണ്ണിനുള്ളിൽ കുളിരണ, നെഞ്ചിൽ വന്ന് കുറുകണ. സഖിയേ ഞാൻ മിട്ടിലുകൾ ഇളകണ, മട്ടിലൊന്നു പുളയണടി. കണ്ണോടു മുത്തം കണ്ണാടി മുത്തേ സഖിയേ, നീ പഞ്ചവർണ്ണ കിളിതൻ നെഞ്ചുഴിഞ്ഞു വിരിയും നിറമേ. ആശയിതാണെന്നാശയേ, ആളും ഉള്ളിൽ കുടിലുകെട്ടിയേ.
ആശയിതാണെന്നാശയേ ആളും ഉള്ളിൽ കുടിലു കെട്ടിയേ തെച്ചിപ്പൂവിലെ മധുരം നിറയും പച്ചപ്പായലും തേനായി നുരയും പെണ്ണെ നീ ചിരിച്ച പാൽ കുടിച്ച നേരം പുത്തൻ പുലരികളിൽ കുളിച്ചു വന്നൊരുങ്ങണ ചിത്തം ആക നിൻ പുഴവിരലൊഴുകണ നീ നിൻ കക്കുറുമ്പി കണ്ണുപൊത്തിയാട് വെയിൽ വിരിപ്പിൽ വെറും കാലിൽ ഞാൻ നടക്കും മണ്ടയ്ക്കുള്ളിൽ മഴത്തുള്ളി തുളിച്ച പെണ്ണെ എത്താ മുല്ലപ്പളുങ്കുമൊട്ടിൻ കണിക്കമ്മലായി കുണുങ്ങി കളി ചൊല്ലും കാതിൽ ചൊല്ലാൻ തിടുക്കമായി ഈ പുലിപ്പാണ്ടി തിരുപ്പയ്യൻ പുഴുക്കുഞ്ഞായി മാറിയേ എന്നും അഴകാർന്ന പയ്യനെ നീ അഴുക്കാക്കി പോകവേ നിന്റെ കളിക്കൂട്ടിനായി ഞാൻ കിളിക്കൂട്ടമായി ആശയിതാണെന്നാശയേ ആളും ഉള്ളിൽ കുടിലു കെട്ടിയേ ആശയിതാണെന്നാശയേ ആളും ഉള്ളിൽ കുടിലു കെട്ടിയേ നെഞ്ചിൽ ഉറുമ്പായി കടിച്ച് കുറുമ്പാറ്റി കുടിച്ച് കുറുമ്പാക്കി ചമച്ച് കുറുമ്പി മറയെ നീ ചിരിക്കാതെ ചിരിച്ച് എന്നെ എരിക്കാതെ എരിച്ച് നെഞ്ചം കനിക്കൂട്ടം പറിച്ച് ചുഴറ്റിയെറിയെ നിൻമിഴിക്കാവൽ മിടിക്കാതെ നിഴൽ നീട്ടിപ്പോകവേ എന്റെ കരൾ പാടും കനൽ പാട്ടിൽ കുയിൽ കൂട്ടം തേങ്ങവേ നീ വെയിൽ നാളമോ എന്നഴൽ മേഘമോ ആശയിതാണെന്നാശയേ ആളും ഉള്ളിൽ കുടിലു കെട്ടിയേ ആശയിതാണെന്നാശയേ ആളും ഉള്ളിൽ കുടിലു കെട്ടിയേ ഡാ എഴുന്നേക്കടാ ഒരാഴ്ചയായിട്ട് സ്വപ്നം കണ്ട് തീർന്നില്ലേ പകൽക്കിനാവ് തൊഴിലിനെ ബാധിക്കില്ല എന്ന് കണ്ട് ഞാൻ വെറുതെ വിട്ടു ഇതിപ്പോ രാത്രി കണ്ട എങ്ങനെയാ ഇതിങ്ങനെ പോയാ പട്ടിണിയാവല്ലോ താലി വാങ്ങിച്ചെന്നെ കണക്കാനെ ടാലി ആവുന്നില്ല പോത്ത് പോലെ കിടക്കാതെ എണീക്കടാ ആ എണീക്കേ മോഹൻലാലാണെന്ന് അവന്റെ വിചാരം രാവും പകലും സ്വപ്നം കണ്ടോണ്ടിരിക്കുക എങ്ങനെ ഇതെന്താണെന്ന് ഒരു പിടിയില്ല മാമ ഇരുമ്പ് കമ്പിയൊക്കെ വെച്ച് പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു അതൊക്കെ പൊട്ടിച്ച് പെട്ടി എടുക്കുമ്പോഴേക്കും നമ്മുടെ ഏരിയ എത്തിയിരുന്നു കിട്ടിയതും കൊണ്ട് ഞാൻ അവിടെ നിന്ന് ചാടി എന്നാ മോനെ ഇതിന് 10,000 രൂപ വെച്ചോ എന്താടാ നോക്കുന്നത് ഒരു 10 ദിവസം എവിടെങ്കിലും പോയി അടിച്ചു പൊളിച്ചിട്ട് വാ ഇയാളിത് ഏത് കാലത്താ ജീവിക്കുന്നേ 10,000 തന്നിട്ട് 10 ദിവസം അടിച്ചു പൊളിക്കാൻ പറയുന്നു പീടിയടാ എന്താടാ അത് ഒരുപാട് കാശായിട്ടാണല്ലോ വരുന്നേ ഇവന്മാർ ഇവിടെ തന്നെ അടിച്ചു മാറ്റിയതാണ് എനിക്ക് എന്തോ ഒരു സംശയം ഉണ്ടടാ കണ്ടിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് തന്നെ ഇത്ര തന്നിട്ടുണ്ടെങ്കിലേ അയാൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും എത്ര കിട്ടുമെന്ന് പറ അത് ലോക്കലിൽ കൊടുക്കുവാണെങ്കിൽ കുറച്ചേ കിട്ടൂ അതേ സാധനം കടൽ കടത്തി വിടുവാണെങ്കിലുണ്ടല്ലോ അതിന്റെ ലെവല് വേറെയാ ശരി ഇപ്പൊ എന്താ ചെയ്യണ്ടേ അത് വീട്ടിൽ വെക്കണ്ട ഉടനെ നാട് കടത്തിക്കോ അതാ നിങ്ങൾക്ക് സേഫ് ഗുഡ് മോർണിംഗ് സർ എടോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്
പെട്ടെന്ന് തന്നെ ചെയ്യാം സാർ. SP ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. ഇന്നലെ രാത്രി ഹൈവേ കൂടെ പോയ ലോറിയിൽ നിന്ന് സാധനം മോഷ്ടിച്ചെന്ന്. 3 കോടി രൂപ മതിപ്പുള്ള സാധനമാണ്. നമ്മുടെ ഏരിയ നടന്നെന്ന് പറഞ്ഞ് ഇപ്പൊ എനിക്കാ പ്രഷർ തരുന്നത്. സാറേ, നമ്മുടെ ഏരിയയിലാണെങ്കിൽ ആ മൊയല് ബാലനും ചന്ദ്രുവേ ഉള്ളൂ. അവന്മാര് കൈവച്ചതാണെങ്കിൽ അത് വീരഭദ്രന്റെ അടുത്ത് തന്നെ പോയിട്ടുണ്ടാവും. അവരെ അങ്ങ് പൊക്കിയാലോ സാറേ? ആഹാ, അവന്മാരെ പൊക്കിയാലേ അയാൾ അലർട്ടാവും. പിന്നെ സാധനം തിരിച്ചു കിട്ടില്ല. ആദ്യം സാധനം സീസ് ചെയ്യണം. പിന്നെ ആ വീരഭദ്രനെ ഒരു ദിവസം മുഴുവനും അകത്താക്കണം. കുറഞ്ഞത് 7 വർഷമെങ്കിലും അവനെ അകത്താക്കിയിരിക്കും. നോക്കിക്കോ, വണ്ടി വരുമ്പോ പറ. ശരി സാറേ. ഡാ ബാല, ആ ഫോണൊന്നും എടുക്കടാ. ഹലോ, ആ പറഞ്ഞ സാറേ. വീരഭദ്രനെ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നത്. അതിനിപ്പോ എന്താ? ഇന്നലെ രാത്രി വലിയ എന്തോ ഒന്ന് മിസ്സായത്രേ. അത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് മോളിൽ നിന്ന് പ്രഷറാ. നിങ്ങളത് വീരഭദ്രന് കൊടുത്തത് സാർ അറിഞ്ഞു. വീരഭദ്രനെ പൊക്കാൻ സാറ് പോയിട്ടുണ്ട്. എങ്ങോട്ട് നോക്കിയാടാ ഈ പോന്നേ? അവനകത്ത് കാണാൻ പോയി പൊക്ക്. ശരി സാർ. സാർ, അവൻ ഇവിടെ എങ്ങും ഇല്ല സാർ. എന്ത് ഇല്ലെന്നോ? അതെ സാർ. ഡീ, നിന്റെ അച്ഛൻ എവിടെ? അച്ഛൻ ഒരു സ്ഥലം വരെ പോയിരിക്കുക. വേറെ ആരാ ഉള്ളത്? അമ്മ മുത്തശ്ശിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. എന്ന് നിന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ സത്യം പറയുന്നത്. ഒരു കള്ളന്റെ മോളല്ലേ നീ, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല. നിന്റെ അച്ഛനെ എങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. എഴുന്നേക്കടി. നിന്നെ അന്വേഷിച്ചവൻ വരാതിരിക്കില്ല. ആദ്യം വരട്ടെ, പിന്നെ കണ്ടോ. മര്യാദയ്ക്ക് നടക്കുന്ന നിനക്ക് നല്ലത്. സാറേ, അവളെ വിട്ടേക്ക്. മാറി നിൽക്കണം. എന്താ സാറേ, സാറിന് ബന്ധം വേണ്ട? സാധനല്ലേ വേണ്ടത്? അത് ഞാനാ സാർ എടുത്തത്. അവൾക്ക് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. കൈ എടുത്ത് സാറേ. കൊള്ളത്തരം കാണിച്ചിട്ട് പോലീസുകാരന്റെ മെത്ത് കൈവെക്കുന്നോടാ. അവനെ പിടിച്ചു കയറ്റ്. പള്ളപ്പട്ടി സ്റ്റേഷൻ SI ലൈനിൽ വരൂ. പല്ലപ്പട്ടി സ്റ്റേഷൻ ഹെഡ് കോൺസ്റ്റബിൾ തങ്കപ്പനാണ്. സാറ് വീട്ടിൽ നിന്ന് വന്നോണ്ടിരിക്കുകയാണ്. ഓവർ. ഓക്കെ സാർ, പറഞ്ഞേക്കാം സാർ. ഡോ, അവൻ വാ തുറന്നു വല്ലതും പറഞ്ഞോ? അക്വിസ്റ്റ് 5 പേരെയും അവർ മോട്ടിച്ച സാധനങ്ങളും തിരിച്ചിക്കടുത്തൊന്ന് പിടിച്ചിട്ടുണ്ട് സാർ. ഇപ്പോഴാ ഇൻഫർമേഷൻ വന്നത്. സാറിനോട് പറയാൻ പറഞ്ഞു. നിനക്ക് വട്ടാന്നോടാ. ഞാനെടുത്തെന്ന് പറഞ്ഞോണ്ട് രാത്രി മുഴുവൻ എന്റെ ഇത് ശരിക്കും വാങ്ങിച്ചില്ലേ? സാറിന് ഇപ്പൊ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. സാധനം ഞങ്ങളല്ല എടുത്തെന്ന് മനസ്സിലായില്ലേ? ഇനി പുറത്ത് ഇറങ്ങിക്കൂടെ? മിണ്ടായിരിടാ, സാറിനോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഒരു കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി വിളിച്ചതാണ്. ഉപദ്രവമൊന്നും ചെയ്തില്ലെന്ന് എഴുതി അവന്റെ അടുത്തൊന്ന് ഒപ്പൊന്ന് വാങ്ങിച്ചേ. ശരി സാറേ. അയ്യോ, നടക്കാൻ പാടില്ലാത്തതൊക്കെ നടന്നല്ലോ. കേട്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. പോലീസ് പിടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചപ്പോ എന്റെ മോളുടെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ പണി ചെയ്യരുതെന്ന്. എന്നിട്ട് കേട്ടോ? വെള്ളത്തുണി ഇട്ട് നടന്നാൽ മാത്രം മതിയോ? ഇപ്പൊ മാനവും മര്യാദയും എല്ലാം പോയില്ലേ? ഇനിയിപ്പോ ഈ പെൺകുട്ടിക്ക് കല്യാണാലോചന എന്ന് പറഞ്ഞ ആരെങ്കിലും ഇങ്ങോട്ട് വരുവോ? എങ്ങനെയാ കെട്ടിച്ചു കൊടുക്കുക? എപ്പോ നോക്കിയാലും പൈസ പൈസ പൈസ. ചാകുമ്പോ എല്ലാം കൂടെ കൊണ്ടുവന്ന് കരുതിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാം കൂടെ അങ്ങ് തീയിട്ട് കത്തിക്കുന്നതാ നല്ലത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പാറക്കല്ല് പോലെ അനങ്ങാതിരിക്കുന്നത് കണ്ടില്ലേ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ വിടില്ല. ഈ വൃത്തിയിട്ട പണി ഇനി ഒരിക്കലും ചെയ്യില്ല. സത്യം ചെയ്യും. പാറക്കല്ല് പോലെ അങ്ങനെ ഇരിക്കാതെ സത്യം ചെയ്ത് കൊടുക്കടാ. നിങ്ങൾ ചെയ്യില്ല, എനിക്കറിയാം. നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. വേണ്ട, വിട്ടേക്കടി. നിങ്ങളിപ്പോ സത്യം ചെയ്തില്ലെങ്കിൽ ഞാനും എന്റെ മോളും കാണോ? സന്തോഷാണ് നിങ്ങൾക്ക്? ചെയ്യട്ടെ.
ഇങ്ങോട്ട് വന്ന ചൂല് കൊണ്ട് അടി കിട്ടും. മുത്തശ്ശി വേണ്ട മുത്തശ്ശി, കാര്യം അറിയാതെ സംസാരിക്കരുത്. നോക്കടാ, ഇനി നിന്റെ ഒന്നും കൂടെ കൂടില്ല. ഈ തൊഴിൽ ചെയ്യില്ല ഇപ്പഴാ സത്യം ചെയ്തു തന്നത്. ഇനി എങ്ങാനും ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ കയ്യും കാലും തല്ലിയൊടിച്ച് അടുപ്പിൽ വെക്കും ഞാൻ. അത് നിങ്ങളല്ല പറയേണ്ടത്, മാമനാണ് പറയേണ്ടത്. മാമൻ കുമൻ എന്ന് പറഞ്ഞ തലമുറ തല്ലി പൊളിക്കും ഞാൻ. ആരാണ് നിന്റെ മാമൻ? വൃത്തിയായിട്ടവനെ കണ്ടോ? മാമനാന്ന് പറഞ്ഞു വന്ന് നിക്കുന്നത്. ആ തെമ്മാടിയോട് പുറത്തു പോകാൻ പറ. അവള് പറഞ്ഞ കേട്ടില്ലേ? പോടാ ഇവിടുന്ന് കള്ളന്മാരെ. താൻ ഇങ്ങനെ തന്നെ പറയണം. തനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത് ഞങ്ങൾ കള്ളന്മാരാണെന്ന്? നീ പണക്കാരനായിട്ടാണോ ജനിച്ചു വീണത്? തെരുവിൽ ആക്രി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവല്ലേ താൻ? ഇന്ന് കാറ്, വീട്, കരിമ്പുത്തോട്ടം, ബംഗ്ലാവ്, 10 ഏക്കർ ഭൂമി, ഇതൊക്കെ താൻ എങ്ങനെ ഉണ്ടാക്കിയതാ? ഈ കള്ളന്മാരുടെ വേർപ്പിലുണ്ടായത് തന്നെയാ. ചെറുപ്പം തൊട്ട് മോനെ മോനെ എന്ന് എന്ത് വിചാരിച്ചാ വിളിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മാമനെ മാമാന്ന് വിളിക്കുമ്പോഴൊക്കെ എന്റെ അമ്മയുടെ കൂടെ ജനിച്ച അമ്മയുടെ ചേട്ടനായിട്ടാണ് ഞാൻ വിചാരിച്ചത്. അച്ഛനും അമ്മയും ഇല്ല എന്നുള്ള സങ്കടവും ഇല്ലായിരുന്നു. ഇന്ന് നിങ്ങൾ വലിയ കോടീശ്വരനായിരിക്കാം, പക്ഷെ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കാനായിട്ടേ ഈ കള്ളൻ നിങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും പണയം വെച്ച് അധ്വാനിച്ചിട്ടുണ്ട്. ഈ കാണുന്നതിലൊക്കെ എന്റെ ജീവനുണ്ട്. തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ തരാൻ പറ്റുമോ? എന്നിട്ടിപ്പോ എന്നെ പറയുന്നില്ല. വാടാ. എടാ വൃത്തിയായിട്ടവന്മാരെ, അവിടെ നിക്ക്. നീ ഒരാണല്ലേ? പറ, നീ ആണല്ലേന്ന്. നീ എന്താ പെമ്പിളരെ പോലെ സംസാരിക്കുന്നേ? നീ എന്താ പറഞ്ഞേ? ഈ സ്വത്തിലൊക്കെ നിന്റെ ജീവനുണ്ടെന്നോ? ഈ കാറ്, ലോറി, ക്വാറി, ഗവൺമെന്റ് കോൺട്രാക്ട്, തെങ്ങും തോട്ടം, മാന്തോട്ടം, വാഴത്തോട്ടം, ഇതിനൊന്നും ജീവനില്ല. ചോദിച്ചാൽ ഇവര് തരികയില്ല. ഇവരുണ്ടാക്കിയ സ്വത്തിൽ ഒരേ ഒരു സ്വത്തിന് മാത്രമേ ജീവനുള്ളൂ. അത് ഞാനാ. ഞാൻ തന്നെയാ പറയുന്നത്. എടുത്തോളൂ. നിനക്ക് നാളെ കുത്തി ബാല, ഡോക്ടർ എന്നോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. ഇതിലൊരു ഒപ്പിട്ടേ. നമുക്ക് പോവാം. എന്നാടാ, നീ പറഞ്ഞ പോലെ മുംബൈക്ക് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ തന്നെ അവനോട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞത്. ഡാ, എങ്ങോട്ടേക്കാ? എന്താടാ, നിനക്ക് അറിയില്ലേ ഞാൻ എങ്ങോട്ടാ പോകുന്നെന്ന്? പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇപ്പൊ നീ ജീവനോടെ ഇരിക്കുന്നത് തന്നെ വലിയ കാര്യ. നാട്ടിൽ കാലുകുത്തിയാലേ വെട്ടിക്കളയും, അറിയാവുന്നതല്ലേ? നമുക്ക് നോക്കാടാ. എന്ത് നോക്കാനാ? അവളീ നാട്ടിലില്ല. ഇടുക്കിയിൽ അവളുടെ ഒരു ചിറ്റപ്പനില്ലേ, കാശി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ. അവളിപ്പോ അയാളുടെ കൂടെയാ. എടാ ബാല, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. വാടാ, SI വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്തിനാ സാറേ? മൊയല് ബാലന്റെ ഒരു ഒപ്പ് മതിയത്രേ. നിങ്ങളെ പിടിച്ച് അകത്തിടാൻ SIയുടെ പ്ലാൻ അനുസരിച്ച് എന്നെ പറഞ്ഞു വിട്ടു. ഞാനും ചെന്ന് അവനെ വിളിച്ചു. നോക്കിയേ സാറേ, അങ്ങേർക്ക് വേണമെങ്കിൽ ഞാനൊരു ശത്രുവായിരിക്കാം, പക്ഷേ അങ്ങേരെ ഞാൻ എന്നും എന്റെ മാമനായിട്ടേ കണ്ടിട്ടുള്ളൂ. എന്നും പറഞ്ഞ് അവന്മാർ രണ്ടുപേരും ട്രെയിനും കയറി ബോംബെയിലും കണ്ടു പോയിരിക്കുക. ചെറുപ്രായമാണെങ്കിലും നല്ലവന്മാരാ സാറേ അവര്. ഞങ്ങളുടെ ചേട്ടനോട് കളിച്ച് ഈ നാട്ടിൽ നിന്നാലുണ്ടല്ലോ കാല് വെട്ടിക്കളയെന്ന് പറഞ്ഞേക്കാ. പോടാ ചേട്ടാ, ഇടുക്കിക്കുള്ള ബസ്സൊക്കെ എവിടെ നിൽക്കുക? അതെ, ആ ബസ് സ്റ്റാൻഡിൽ പോയി ചോദിച്ചാൽ മതി. ഡാ, എന്താടാ ഇത്? നീലടാ പറഞ്ഞേ അവൾ അവിടെയാണല്ലോ. നീ എന്താ തമാശ കളിക്കാണോ? നിന്നെ കൊല്ലാൻ കൊട്ടേഷൻ തന്ന അയാളുടെ അടുത്തേക്ക് തന്നെ എന്തിനാ നീ പോന്നേ? നിനക്ക് പേടിയാണെങ്കിലേ നീ വരണ്ട, എവിടെ തന്നെ നിന്നോ. ഡാ, എനിക്ക് നല്ല ആഗ്രഹമുണ്ടടാ.
നീയും അവള് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള ചോറ് കഴിക്കണമെന്ന്. വേണ്ടടാ, കൊന്നു കളയും അവര്. മരണവും ജനനവും അത് നമ്മുടെ കയ്യിലല്ലടാ ഉള്ളത്. ചേർത്തേക്കണെന്ന് അങ്ങനെ വിചാരിച്ചാ പിന്നെ ആര് വിചാരിച്ചാലും അത് പിരിക്കാൻ പറ്റില്ല. എനിക്ക് അവളെ കാണണോടാ. അയ്യോ, ആരാണ് ഈ കൊടും ചതി ചെയ്തത്? അയ്യോ, മനുഷ്യത്വമില്ലാത്ത ജന്മങ്ങള്. കണ്ണച്ചോരയില്ലേ നിങ്ങൾക്കൊക്കെ? ഇത് ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ? ഈ നാട്ടിലെ നീതി നിയമം ഒന്നുമില്ലേ? ഈശ്വരാ, ഞാനിതെങ്ങനെ സഹിക്കും? കണ്ടില്ലേ? ആരോ റേപ്പ് ചെയ്ത് ഈ കൊച്ചിനെ കൊന്നിരിക്കുക. സ്കൂളിൽ പോണ കുട്ടിയാ. ആരാ ഇത് ചെയ്തതെന്ന് അറിയില്ല. കണ്ണിച്ചോരയില്ലാത്തവന്മാരാ ചെയ്തിരിക്കുന്നത്. കിടപ്പ് കണ്ടില്ലേ സാർ? പോസ്റ്റ്മോർട്ടം. ഇത് പിടിച്ചോ. എന്തിനാ സാറേ എനിക്ക് കാശ്? നിന്റെ മോളെ എന്താ പറയാ? സംഭവം നടക്കുമ്പോ നീ എവിടാ പോയത്? തേക്കുമരത്തിന്റെ ലോഡർക്കാൻ എറണാകുളം വരെ പോയതാ. നിള, ഇന്നെന്താ സ്കൂളിൽ പോകുന്നില്ലേ? എനിക്കിതിലൊരു ഒപ്പിട്ട് തരണം. പെട്ടെന്ന് കൊണ്ട് നാക്ക്. നമസ്കാരം സാറേ. എന്താ സാറേ, എന്നെ വിളിച്ചെന്ന് ഇയാള് പറഞ്ഞു? ആ പെണ്ണിന്റെ കേസുമായിട്ട് ഇനി അധികം മുന്നോട്ട് പോകണ്ട, ക്ലോസ് ചെയ്തേക്ക്. അത് ഞാൻ ഇന്നലെ ചെയ്തു സാറേ. എന്താ സന്തോഷമായോ? നിങ്ങളുള്ളപ്പോ എനിക്ക് സന്തോഷത്തിന് എന്ത് കുറവാ? പിന്നെന്തൊക്കെയുണ്ട്? വീട്ടിൽ ഭാര്യയും പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുകയല്ലേ? അവർക്കെന്താ, അവര് സന്തോഷമായിട്ടിരിക്കുന്നു. സാറിന്റെ സഹായത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോ അവര് സന്തോഷമായിട്ടിരിക്കില്ലേ? പിന്നെ നീ എന്തിനടാ എന്റെ പിള്ളേരുടെ ദേഹത്ത് കൈവച്ചത്? സാർ എന്താ സാറേ ഈ പറയുന്നേ? അവളൊരു കാട്ടുവാസിയല്ലേ? ഈ കാട്ടിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും എന്റെ കൂടപ്പിറപ്പുകൾ തന്നെയാടാ. ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും എനിക്ക് അമ്മയും പെങ്ങളും മകളുമാണ്. അവരെല്ലാം എന്റെ കുടുംബമാ. അവരും എന്നെ അങ്ങനെ കണ്ടു തന്നെ ജീവിക്കുന്നത്. എന്താ സാറേ, സാറ് നിയമവിരുദ്ധമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു? ഞാനത് കണ്ണടച്ചില്ലേ? അതുപോലെ സാറും കണ്ണടച്ചെങ്കിൽ പൊയ്ക്കോ അല്ലേ പ്രേമ? സാറിനൊന്ന് മനസ്സിലാക്കി കൊടുക്കടാ. അപ്പൊ വരട്ടെ സാറേ. കാന്തല്ലൂർ സബ് ഇൻസ്പെക്ടർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കാന്തല്ലൂർ അരികിൽ ഇറങ്ങാനുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഇറങ്ങണേ. ചേട്ടാ, ഞങ്ങൾക്ക് ഉപ്പുതറയ്ക്കാ പോണ്ടത്. ഉപ്പുതറയ്ക്ക് ബസ്സില്ല, ജീപ്പിലെ പോകാൻ പറ്റൂ. ഇവിടെ ഇറങ്ങി ചോദിച്ചാൽ മതി. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. നീ പോയിട്ട് എന്ത് ചോദിക്കാനാ? നിനക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഇത് പിടിക്ക്. അതെ ചേട്ടാ, ഈ ഉപ്പുതറ കാശിയുടെ വീട്ടിലേക്കുള്ള വഴി ഏതാ? എന്താ പറഞ്ഞേ? അതന്നെ, കാശിയുടെ വീട്ടിലേക്കുള്ള വഴി. കാശിയാ പാട്ടി, നീ പേര് വിളിക്കാൻ മാത്രമായോ? പോടാ, കണ്ടുപോയരുത്, പോ. ഡാളിയ, ഞാൻ വീണ്ടും പറയാ, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോവാ. പേര് പറഞ്ഞപ്പോ തന്നെ ചെവി അടിച്ചു പൊട്ടിച്ച്. ഇനി അടി വാങ്ങിക്കുള്ള ശേഷി എനിക്കില്ലടാ. എടാ മോനെ, പുറത്തുനിന്നാണോ? അതെ ചേട്ടാ. പുറത്തുനിന്ന് വെച്ചാ എവിടുന്നാ? കൽപ്പാത്തിയിലെ കാളിക്ഷേത്രത്തിനടുത്ത്. കൽപ്പാത്തിക്കടുത്തോ? ഓ, അപ്പൊ ഞങ്ങളുടെ നാട്. ആട്ടെ, കൽപ്പാത്തിയില് എവിടെയാ? ആ കള്ള് ഷോപ്പിന്റെ അടുത്താ. ഓ, കള്ള് ഷോപ്പിനടുത്തോ? അങ്ങോട്ടേക്കാണ് എന്റെ അനിയത്തെ കെട്ടിക്കൊണ്ട് പോയത്.
കള്ള് ഷോപ്പിലേക്കോ? ആള് ഭയങ്കര തമാശയല്ലേ? അല്ല, ഇവിടെ എന്താ പരിപാടി? അത് മഴയില്ലാത്തോണ്ട് നാട്ടില് കൃഷിയൊന്നും നടക്കുന്നില്ലല്ലോ. ഇവന് 2 അനിയത്തികളാ. രണ്ടുപേരും കെട്ടുപ്രായം തികഞ്ഞിരിക്കുക. അവരെങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണ്ടേ. അതുകൊണ്ട് ഇവിടെ വല്ല ജോലിയും കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ജോലി വേണോ അല്ലേ? അതെ. കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ? പൈസ ഉണ്ട്, 1000 വെച്ച് തരാം. 1000 രൂപയോ? അപ്പൊ നിങ്ങൾക്ക് നാളെ ജോലി ഉറപ്പാ. ആരോട് ചോദിച്ചാടാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കാലം വിരിച്ച് കിടക്കുന്ന? എന്ത് വരി ചേട്ടാ? ചേട്ടനോ? ആരാടാ ചേട്ടൻ? എന്റെ അച്ഛൻ നിന്റെ അച്ഛനാണോ അല്ല നിന്റെ അച്ഛൻ എന്റെ അച്ഛനാണോ? അപ്പൊ ഇന്നലെ നടന്നു നോക്കാൻ മറന്നോ? നിങ്ങളെല്ലാം അളിയാന്ന് വിളിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചത്. അളിയൻ എന്ന് പറഞ്ഞെന്നോ? ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. നിങ്ങൾ രണ്ടുപേരും അല്ലേ കയ്യിൽ 1000 രൂപയുണ്ടെന്ന് ഇന്നലെ പറഞ്ഞത്? അതിനു മുമ്പ് ഞങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞില്ലേ? പൈസ പെട്ടെന്ന് ഓർമ്മ വരും, ബാക്കിയൊക്കെ പിന്നെ ഓർമ്മ വരിക. നിങ്ങൾ രണ്ടുപേരും ജോലി അന്വേഷിച്ച് വന്നവരല്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ ജോലി അറിയാം? എന്ത് ജോലി തന്നാലും ചെയ്യും ചേട്ടാ. ഓ ഈശ്വര, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ജോലിയാ വാങ്ങിച്ചു കൊടുക്ക? എനിക്കിപ്പോ അർജന്റായിട്ട് ഒരു ജോലിയുണ്ട്. സോറി ഡാളിയ, എന്ത് ജോലി ചെയ്യാനും റെഡിയാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. വാ പോവാം. മോനെ, അറിയുന്നവന് ഒരു ജോലി, അറിയാത്തവന് പല. എടാ, ഈ വണ്ടി എന്തിനാ ഇപ്പൊ കഴുകുന്നേ? നമ്മുടെ വണ്ടി ആകെ ചളി പിടിച്ചിരിക്കില്ലേ, അതുകൊണ്ടാ കഴുകുന്നേ. നമ്മുടെ വണ്ടിയോ? അത് കൊള്ളാം. എനിക്ക് എവിടെ നടാ വണ്ടി? ഇതാ അയൽവാസിയുടെ വണ്ടിയാ. അല്ല, ഇത്ര വലിയ വീടൊക്കെ ഉണ്ടല്ലോ, അപ്പോ വണ്ടിയും ചേട്ടൻ്റെയാന്ന് വിചാരിച്ചു. എടാ, വീട് എന്റേതാണെന്നോ? വേറെ ആരോടും പറയല്ലേ. അയൽവാസിയുടെ ചെവിയിലെത്തിയാലേ അവൻ ദുബായിലുള്ള അവന്റെ മോനോട് വിളിച്ചു പറയും. അവൻ അവിടുന്ന് ചെരുപ്പൂരി എന്നെ തല്ലും. ഞാൻ ഈ വീട്ടിന്റെ വാച്ച്മാനാ. പക്ഷേ അവൻ അര ദിവസം കൊണ്ട് കഴുകുന്ന ഈ വണ്ടി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വെറും 5 മിനിറ്റിൽ കഴുകി. അത് കൊള്ളാം. കഴുകുന്ന മാത്രമല്ല, വണ്ടിയുടെ ചാവി തന്നു നോക്ക്, ഇവിടുന്ന് പറക്കും. എടാ, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ? ഒരു പണിയും അറിയില്ലെന്നാണല്ലോ പറഞ്ഞത്. വണ്ടി ഓടിക്കുന്നതൊക്കെ ഒരു പണിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടാ. എടാ, ഇവിടെ അതാണ് ജോലി. അത് കണ്ടാ? ആ സ്ഥലത്തിന്റെ പേരാണ് ഉപ്പുത്തറ. അവിടെ കാശി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അവന്റെ കയ്യിൽ ഒരുപാട് ജീപ്പുണ്ട്. അവിടെ നിങ്ങൾക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരാം. ചേട്ടാ, ഈ കാശി വലിയ ആളാണോ? കാശി വലിയ ആളൊക്കെ തന്നെയാ, പക്ഷെ അത് ഇവിടുത്തുകാർക്കാ. എനിക്കങ്ങനെയല്ല. ഉപ്പുത്തറ കാശി എന്ന് പേര് കേട്ട വയറ്റിലുള്ള കുഞ്ഞു പോലും കൈകൂപ്പും. പക്ഷേ അവനുണ്ടല്ലോ, എന്നെ കണ്ട എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പും. ഞാൻ പറഞ്ഞ എന്ത് വേണല്ലോ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കി തരും. നീ മിണ്ടായിരടാ ഡ്രൈവർ. ഇവിടെ പറഞ്ഞാടാ കൂടിയാ. നിങ്ങളല്ല സാറേ, ഇവിടെ ഒരു പോത്തുണ്ട്, അതിനെയാ. നല്ല സമയം കൂട്ടിക്കോ. എന്റെ അളിയന്മാർക്ക് ദേഷ്യം വന്നില്ല. നിങ്ങൾ ദേഷ്യപ്പെടുമെന്ന് വേണ്ട, നമുക്ക് ഒരുപാട് ജോലിയുണ്ട്. ശരി, വാ. 2 ഇരകളെ കിട്ടിയിട്ടുണ്ട്. ഇവരെ ഗതി എന്താവോ? സാറേ പുറപ്പെട്ടു, ഇതാ ഇപ്പൊ എത്തും. ഇയാളെ ഈ ഏരിയയിൽ കണ്ടുപോരെന്ന് പറഞ്ഞല്ലേ? ജോലി വേണം. ഇവരൊന്നും ഇവിടെ ജോലിയല്ല, പറഞ്ഞുവിടെ. എനിക്ക് ജോലിയൊന്നും വേണ്ട. രാഷ്ട്രപതിയുടെ ജോലി അവിടെ എനിക്ക് വെയിറ്റിംഗാ. എന്റെ നാട്ടിൽ നിന്ന് 2 പേര് ജോലി അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇവര് 2 പേരും നല്ലവരാ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. അവരെ വിളിച്ചുകൊണ്ട് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ ജോലി എടുക്കുക. പ്രൈം മിനിസ്റ്റർ 10 ദിവസം ഫോറിനിലേക്ക് ടൂർ പോയിരിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ അവന് ജോലി കിട്ടിയേനെ. അനിയത്തിയുടെ കല്യാണത്തിന് പൈസ വേണമെന്ന് പറഞ്ഞ് ജോലി അന്വേഷിച്ച് എന്നെ വിശ്വസിച്ച് വന്നിരിക്കുക. ഞാൻ ഇയാളെ വിശ്വസിച്ചാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. വല്ല ജോലിയുണ്ട് അദ്ദേഹത്തോടൊന്ന് കൊടുക്കാൻ പറ. അതിരിക്കട്ടെ, എന്താ തന്റെ പേര്? ഇവന്റെ പേര് ഗണേശൻ, എന്റെ പേര് വിജയ രഘുനാഥ രാജ. നിങ്ങള് രാജാന്ന് വിളിച്ചാ മതി. ലൈസൻസ് ഉണ്ടോ? മൊബൈൽ ഫോൺ ഉണ്ടോ? ഉണ്ട് കേട്ടാ. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഞങ്ങൾ തരുന്ന സിം കാർഡ് ഉപയോഗിക്കാവൂ. കാന്തല്ലൂരാണെങ്കിലും രാത്രി ലേറ്റ് ആയ എന്നെ വിളിച്ച് പറഞ്ഞ് അവിടെ തന്നെ തങ്ങിക്കോണം. കാരണം കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമാണത്. മനസ്സിലായോ? ഇനിയിപ്പോ എന്ത് കാര്യത്തിനാണേലും മുതലാളിയുടെ വീട്ടിലേക്ക് കയറിയേക്കരുത്, കേട്ടല്ലോ? ശരി ചേട്ടാ. എന്നാ താക്കോല്.
കയലിനെ കുറിച്ച് ഇവിടെ ആരെടുത്താ ചോദിക്കണ്ടേ? ആരെ കണ്ടാലും പേടിയാവുന്നുണ്ടല്ലോ. ഈ അമ്മാവനോട് ചോദിക്കാം. ചേട്ടാ, ഈ വീട്ടിലെ പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? എന്തോടാ പറഞ്ഞേ? ഈ വീട്ടിലെ പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ അമ്മോ! ചേട്ടാ, ബീഡിയുണ്ടാ? ആ, എന്നാടോ? അല്ല, കാശി സാറിന് കുടുംബം കുട്ടികൾ അങ്ങനെയൊന്നും ഇല്ലേ? അയാൾ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണോ കൊച്ചുങ്ങൾ ഉണ്ടാവുന്നത്? എന്നാ പിടിക്ക്. ഒരുപക്ഷെ നമ്മളെ വട്ടം കറക്കാൻ കള്ളം പറഞ്ഞതായിരിക്കോ? നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് എല്ലാം മനസ്സിലാക്കി നമുക്ക് കയലിനെ അന്വേഷിക്കാം. ശനിയാഴ്ച വരെ പണിയെടുത്തിട്ട് ശമ്പളം വാങ്ങിച്ചിട്ട് പോവാം. എന്താടോ ശനിയാഴ്ച ശമ്പളം കിട്ടുമെന്ന് പറയുന്ന കേട്ടല്ലോ? അല്ല ചേട്ടാ, ശനിയാഴ്ച ശമ്പളം കിട്ടുമ്പോ ചേട്ടന്റെ കാര്യം മറക്കരുതെന്ന് ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു. നമ്മുടെ നാട്ടിലെ പിള്ളേര് നേരും നിറയുള്ളവരാന്ന് ഇപ്പൊ മനസ്സിലായി. ഞാൻ കള്ളു കുടിക്കാൻ ഒരു പട്ടിയോടും കൈ നീട്ടാറില്ല. നിങ്ങളായതുകൊണ്ട് മാത്രമാ. എന്താ പറഞ്ഞ കേട്ടില്ല. തരുന്നത് വാങ്ങിച്ചോളാന്ന് പറഞ്ഞതാ. അതിനും കൈ നീട്ടാന്നാ പറയാ. എനിക്കതിന് യാതൊരു നാണവും മാനവും ഒന്നുമില്ല. നാണിച്ചോണ്ടിരുന്ന കള്ളു കുടിക്കാൻ പറ്റുമോ? ആ പ്രേമ, പോയ കറികൾ നടന്നോ? നടന്ന മുതലാളി. ഇരിക്കും, കഴിക്കാം. വേണ്ട മുതലാളി, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇരിക്കടാ. വേണ്ട മുതലാളി, വേണ്ടഞ്ഞിട്ടാ. ഇരിക്കാനല്ലേ പറഞ്ഞത്? കുഴപ്പമില്ല, വേണ്ട മുതലാളി. ഇരിക്കടാ, വാ ഇവിടെ ഇങ്ങോട്ട് ഇരിക്കാനല്ലേ പറഞ്ഞത്? ഇന്ന് നിന്റെ ഭാര്യ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ വിളമ്പിത്തരാം. കഴിക്കടാ. അതെ, ആ മീൻകറി ഇങ്ങ് എടുത്തുണ്ടോന്നേ. ആ കഴിക്കേ. ഇങ്ങിതാ, ഞാൻ കൊടുത്തോളാം. നീ വെക്കോ, പൊയ്ക്കോ. എന്തെന്നുള്ള മണമല്ലേ? നിന്റെ ദേഹത്തുനിന്ന് പോലീസിന്റെ മണം അടിക്കുന്നില്ല. ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തോ? ആ പിഞ്ചു കുഞ്ഞിനോട് അങ്ങനെ കാണിച്ചവനെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ തന്ന ചെയിന ഇതവിടെ കിടപ്പുണ്ടായിരുന്നു. എന്നെ എതിർത്ത് എന്നെ കൊല്ലാൻ വരുന്ന ശത്രുവിനോട് ഞാൻ ക്ഷമിച്ചേക്കും. പക്ഷെ ഇവൻ കൊന്നത് എന്റെ വിശ്വാസത്തെയാ. എന്റെ വിശ്വാസത്തെ കൊന്നു. എല്ലാരും ഞങ്ങളെ താഴ്ന്ന ജാതിയാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചപ്പോ നിങ്ങൾ മാത്രം ഞങ്ങളെ മനുഷ്യജാതിയായി കണ്ടത്. നിങ്ങളുടെ കൂടെയുള്ള ആളെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ച് സ്വന്തം മകളെ പോലെയല്ലേ എന്നെ നോക്കിയത്. പിന്നെ നിങ്ങൾ ചെയ്തത് എങ്ങനെ തെറ്റാകും? മുതലാളി, നിങ്ങൾ ഞങ്ങളുടെ എല്ലാം കുലദൈവമാ. കങ്കണി സാറേ, കുന്നിന്റെ മുകളിൽ കൊണ്ട് കത്തിച്ചു കളഞ്ഞേക്കേ. ശരി സാറേ. പ്രേമം, ഡാ നീ ഒന്നേ. നിനക്ക് വണ്ടി ഓടിക്കാറിയോ? ആ, എടുക്ക്. ഏയ് നിൽക്ക്. കയാൽ,
പോയിട്ട് വരാൻ ചിറ്റപ്പ. വൈകുന്നേരം വരാം. ചെല്. എന്നോട് ക്ഷമിക്കണം. പോ. അളിയ, നിനക്ക് എന്താടാ പറ്റിയേ? കയ്യിൽ ഇവിടെ ഉണ്ടോടാ? നീ എന്തായി പറയുന്നേ? ഇന്ന് കോളേജിലേക്ക് ജീപ്പിൽ ഞാനടാ കൊണ്ടുപോയി വിട്ടത്. അവളെ കാണാനല്ലേ നീ വന്നത്? അതിന് സന്തോഷിക്കല്ലേ വേണ്ടേ? എന്നിട്ട് നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നേ? അവളെന്നെ കണ്ടിട്ടും ഒരു പരിചയമില്ലാത്ത ഭാവത്തിലായിരുന്നടാ. നീ അവളോട് സംസാരിച്ചോ? എങ്ങനെയാടാ ആ കാശി കൂടെ ഉള്ളപ്പോ? കാശി ഉണ്ടെങ്കിൽ എന്താ? അവള് നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ? കാശി അടിച്ചിട്ടിട്ട് അവളെ ആയിട്ട് പോയായിരുന്നില്ലേ നിനക്ക്? ആദ്യം അവളുടെ മനസ്സിൽ എന്താ ഉള്ളെന്ന് അറിഞ്ഞിട്ടല്ലേടാ അയാൾ എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കാൻ പറ്റൂ. തടിമില്ലിലേക്ക് പോട്ടെ. നമസ്കാരമുണ്ട് സാറേ. ആരാന്ന് പോലും അറിയില്ലല്ലേ. മരണത്തിൽ നിന്ന് അതിജീവിച്ച് കണ്ണു തുറന്നപ്പോ നിന്നെ കാണണമെന്ന് വിചാരിച്ച് എത്ര നാൾ നിനക്ക് വേണ്ടി കാത്തിരുന്നു എന്ന് വല്ലതും അറിയോടി നിനക്ക്? നീയാണെങ്കിൽ ഞാൻ ആരാന്ന് പോലും അറിയാത്ത മട്ടില്ല. ഇവൻ എന്തിനാ തിരിച്ചു വന്നെന്നല്ല ആലോചിക്കുന്നത്. ആ വീരഭദ്രന്റെ മകളല്ലേ നീ? ആ ഗുണമല്ലേ നിനക്കും കാണും. നീ മരണത്തെ തോൽപ്പിച്ച് വന്നിരിക്കുക. ഞാൻ ഇവിടെ മരിച്ചോണ്ടിരിക്കുക. ഇനിയുള്ള പഠിത്തമൊക്കെ നീ ഇടുക്കി പോയി പഠിച്ചോ. ഞാൻ കാശിയോട് പറഞ്ഞിട്ടുണ്ട്. അവൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് അവിടെ. നാളെ തന്നെ പുറപ്പെടണം. അതൊന്നും പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ പഠിക്കും. അച്ഛനെ എതിർത്ത് സംസാരിക്കാൻ മാത്രം ആയോടി നീ? നിന്നെയൊക്കെ വെട്ടി തുണ്ടാക്കണം. അതല്ലേ നിങ്ങൾ നേരത്തെ ഓരോരുത്തരെ കുത്തി വീഴ്ത്തിയത്? ഈ വെട്ടും കൊലയൊക്കെ ഇനി മതിയായില്ലേ? എന്താടി അവൻ രക്ഷപ്പെട്ടു എന്നുള്ള അഹങ്കാരത്തിൽ സംസാരിക്കണോ നീ? അവൻ ജീവനോടെ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ തന്നെ അവന്റെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ജയിലിൽ പോകും. നിന്നെ ആൺകുട്ടിയെ പോലെ വളർത്തുന്ന എല്ലാവരുടെ മുമ്പിൽ വെച്ച് മീശ പിരിച്ച് പറഞ്ഞേന് എന്നെ അപമാനിച്ചില്ലേ നീ? നിന്നെ കൊന്നളയും ഞാൻ. അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. ഇവൾക്ക് ഇങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. കാണിച്ചു തരാം ഞാൻ. മോളെ, എന്താ അവിടെ ഒരു ശബ്ദം? എന്താ നീ ചെയ്തത്? അയ്യോ, ഇവൾ അരളി അരച്ച് കഴിച്ചല്ലോ. ഇവളുടെ കണ്ണൊന്നും വെച്ച് തന്നെ ഇവിടെ തന്നെ. നിന്നെ പൊന്നാരിച്ച് വളർത്തേണ്ട ശിക്ഷയാണോ നീ കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ സന്തോഷായില്ലടി. നിന്റെ പിടിവാശി കൊണ്ട് എന്താ സംഭവിക്കുന്നത് കണ്ടോ? എന്തിനാണ് ഇവൾ എന്റെ വയറ്റിൽ വന്ന്? ഇപ്പൊ എന്താടി ചെയ്യണ്ടേ? അവളോട് കാശിയുടെ അടുത്തേക്ക് പോയിക്കോളാന്ന് സത്യം ചെയ്യാൻ പറ. എനിക്ക് കയ്യും കാലും ഒക്കെ വിറച്ചിട്ട് വയ്യ. ഞാൻ എന്താ ചെയ്യാ? ആരെങ്കിലും വിളിക്ക്. ഒന്ന് വേഗം എഴുന്നേറ്റ് അമ്മയോട് സത്യം ചെയ്യണേ. വേഗം. എന്തായി കാണിച്ചത്? ഇത് കണ്ടില്ലേ? അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യണേ. ഇനി ഇങ്ങനെ ചെയ്യില്ല. അവള് പറഞ്ഞില്ലേ? കേട്ടില്ലേ? ആശുപത്രിയിലേക്ക് വീണ്ടും നിന്നെ ജീവനോടെ കാണണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, അറിയോ? ഇന്നലെ വരെ കിട്ടാതിരുന്ന സന്തോഷം ഇന്നലെ നിന്നെ കണ്ടപ്പോ എനിക്ക് കിട്ടി. പക്ഷെ ഇപ്പോ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയാണ് എനിക്ക് കൂടുതൽ. വേണ്ട ബാല, പൊയ്ക്കോ. നീ എവിടെയാണെങ്കിലും ജീവനോടെ ഉണ്ടാവണം, അത് മതി. ദയവേത് ഇവിടുന്ന് പോയേക്ക് ബാല, പ്ലീസ്. ശരി സാറേ. അവളെന്നെ മറന്നിട്ടില്ലടാ. അവൾക്ക് എന്നെ ജീവനാടാ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോന്നെ? എന്താ അടുത്ത പ്ലാന്? നല്ലൊരു സമയം നോക്കി അവളെ ഇവിടുന്ന് കൊണ്ടുപോകണം. എങ്ങനെയാടാ? അതൊക്കെ നടക്കോ? അതൊന്നും അറിയില്ല. ഇവിടെ നമുക്കറിയാവുന്ന ഒരേ ഒരാള് ആ തണ്ണിവണ്ടിയാ. അയാൾ വെച്ച് വേണം എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ. അയാളാടാ നമ്മുടെ തുറുപ്പ് ചീട്ട്.
ഈ തുറുപ്പുച്ചീട്ടെന്ന് പറഞ്ഞില്ലേ, എന്താണത്? അതാണോ ഏട്ടാ? ചേട്ടൻ കറുത്തിട്ടാണെങ്കിലും ചേട്ടന്റെ മനസ്സ് വെളുപ്പാണ്. അദ്ദേഹത്തെ പോയി നമ്മൾ എങ്ങനെ വെറുപ്പിക്കാന്ന് ഞാൻ പറയായിരുന്നു. അതെ ചേട്ടാ. എന്നെ കണ്ട മരപ്പൊട്ടനാന്ന് തോന്നുന്നുണ്ടല്ലേ? എടാ പട്ടികളെ, നിങ്ങൾക്ക് പണി വാങ്ങി തന്ന എനിക്കിട്ടേന്ന് നിങ്ങൾ പണിയാൻ നോക്കുക അല്ലേ? ഇവിടെയുള്ള പെണ്ണുങ്ങളൊന്നും നോക്കിയാൽ മതി, കാശ് വെച്ചേക്കില്ല. അങ്ങനെയുള്ള അവന്റെ വീട്ടിലെ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോവാൻ എന്നെ നിങ്ങൾ തുറപ്പിച്ചിട്ടാക്കാൻ നോക്കുക. കാശ് ഇതങ്ങനെ പറഞ്ഞാൽ എന്റെ കഴുത്ത് കോഴി വെട്ടുന്ന പോലെ വെട്ടും. ഞാനിതിപ്പോ തന്നെ കാശിയോട് പറയാൻ പോവാ. എടാ, നിങ്ങൾ എന്റെ ഈ വീട്ടിൽ കിടന്ന് മരിക്കണ്ട. അനിയത്തിയുടെ കല്യാണം എന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ കയറി കൂടി ചതിക്കുമായിരുന്നല്ലേടാ നിങ്ങൾ തെണ്ടികളെ. ചേട്ടാ വേണ്ട ചേട്ടാ, ദേശത്തിന്റെ പുറത്ത് ഓരോന്നും കാണിക്കല്ലേ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരു വലിയ കഥ ഉണ്ട്. എല്ലാ കഥ എനിക്കറിയാടാ, ഈ കഥ കാശി അറിയണ്ടേ? ഞാൻ പോയി പറയട്ടാ. ചേട്ടാ വേണ്ട ചേട്ടാ, അയാൾ പോയി പറയട്ടെ. പോയി പറയടോ. താനെന്തിനാണോ പറയുന്നത്? ഞാൻ തന്നെ പറയാം. എനിക്ക് നാട്ടിലേക്ക് ഫോൺ ചെയ്ത് കാശിക്ക് ഞാനാ ജോലി വാങ്ങിച്ചു കൊടുത്തത്. എന്നിട്ട് അവൻ വലിയ ആളായപ്പോ എന്നെ പണിന്ന് പുറത്താക്കി. അവനോട് പകരം വീട്ടണം. അതിന് നീയാണ് ശരിയായ ആള്. ആ പെണ്ണ് ഇവിടെ തന്നെ ഉള്ളത്. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നിനക്ക് ഞാൻ കാശിയുടെ വീട്ടിൽ ജോലി വാങ്ങിച്ചു തരാം. ആ പെണ്ണിനെ കൊണ്ടുവരുള്ള വഴി ഞാൻ തന്നെ പറഞ്ഞുതരാം. നീ ഒരു 10,000 തന്നാ മതി എന്നൊക്കെ പറഞ്ഞ് ഈ വീട്ടിൽ ജോലിക്ക് നിർത്തിയത് നിങ്ങളാണെന്നും പറഞ്ഞ് ഞാൻ ശരിക്കും നിങ്ങൾക്ക് ഒരു പണി തന്നിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. എന്തേ, പോയി പറയണോ അതോ അകത്ത് പോണോ? പുറത്തു പോവാണ്. എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണോ? ഒരു പൈന്റ് വാങ്ങിച്ചോണ്ട് വാ. ഇതാരാ? പുതിയതായി വന്ന സബ് ഇൻസ്പെക്ടറാ. ഗണേഷ്, ഇവളെ കൊണ്ട് കോളേജ് വിടെ. നമസ്കാരം സാറേ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ. നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നത് മര്യാദയല്ലല്ലോ. ശരി, അകത്തിടോ. പേരൊക്കെ മാറ്റി വലിയ പ്ലാൻ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്നാ തിരിച്ച് നാട്ടിലേക്ക്. ബാല, നിന്നോടാ ഞാൻ ചോദിക്കുന്നേ, എപ്പോഴാ പോന്നേന്ന്? നീ എങ്ങോട്ടേ പോന്നെ? കോളേജിലേക്ക് പോകാനുള്ള വഴി ഇതല്ല. അറിയാം, നീയല്ല എന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് ഞാൻ നിന്നെയും കൊണ്ടുപോകുന്നത്. ആദ്യം വണ്ടി നിർത്ത്. നീ വിചാരിക്കുന്ന പോലെ എന്നെ അത്ര എളുപ്പത്തിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളിലും അവരുടെ ആൾക്കാരുണ്ടാവും. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വണ്ടി തിരിക്ക്. കോളേജിലേക്ക് പോണം. നിനക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ എനിക്കും ഉണ്ട്. നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന വിചാരിച്ചതാണോ? പക്ഷെ വന്നില്ലേ. എന്നെ ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റുന്ന കരുതിയിരുന്നു. എന്നിട്ട് കണ്ടില്ലേ. അതുപോലെ തന്നെയാ നമ്മൾ ഒരുമിക്കണമെന്നുണ്ടെങ്കിൽ അതും നടക്കും. വിശ്വസിക്ക്.
നിലാ നിഴലും കണ്ടു, നിലവതിൽ നിൻ രൂപം കണ്ടു. മുഴുനിലാവ് മുഴുകിച്ചേരും അഴകൻ നെഞ്ചിൽ കൊഞ്ചാൻ വന്നു. ഇഷ്ടക്കാരാ ഇഷ്ടക്കാരാ വില്ലാളിയാം ഇഷ്ടക്കാരാ, ഇഷ്ടക്കാരാ ഇഷ്ടക്കാരാ വില്ലാളിയാം ഇഷ്ടക്കാരാ. കാമനൊത്തു മുത്തം താടാ, കാവലായി ചിത്തം താടാ. കാലമിനിയും മുത്തായി ചൂടാം. കള്ളപ്പയല പയല ചെല്ല പയല പയല, കള്ളപ്പയല പയല ചെല്ല പയല പയല. ഊരിൽ 100 ദൈവം വാഴും, എന്നിൽ ദൈവം പോൽ നീ വാഴും. പൂജ ചെയ്ത് വരമോർക്കുമ്പോൾ പൊന്നെ പോയി നീ മറയുവതെന്തേ? ആശക്കാരി ആശക്കാരി ആഗ്രഹങ്ങൾ ഊട്ടിത്താടി, ആശക്കാരി ആശക്കാരി ആഗ്രഹങ്ങൾ ഊട്ടിത്താടി. താളമിട്ടു മടിയിൽ ചേർത്ത് കണ്ണുറക്ക് പാട്ടും പാടി, കണ്ണുറക്ക് പാട്ടും പാടി. കള്ളക്കുയിലേ കുയിലേ ചെല്ലക്കുയിലേ കുയിലേ, കള്ളക്കുയിലേ കുയിലേ ചെല്ലക്കുയിലേ കുയിലേ. ഇന്നോ എല്ലുടലുയിരിന്നുയിരും എനിക്കു മാത്രമായി നീ, എനിക്കു മാത്രമായി നീ. കുറുകിടാതെ പോടി. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും, പക്ഷെ അത് നിന്റെ ഒപ്പമായിരിക്കും. എടാ പിള്ളേരെ, ചെല്ല് ചെല്ല്. ഇപ്പൊ എനിക്ക് മനസ്സിലായടാ. നിങ്ങളായിട്ട് ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ എൻ്റെ കൈയും കാലും വെട്ടുമായിരിക്കും. പക്ഷേ അവനായിട്ട് കണ്ടുപിടിച്ചാലോ എൻ്റെ കഴുത്ത് തന്നെ വെട്ടും. അപ്പം ഞാനായിട്ട് ചെന്ന് പറഞ്ഞാലോ? നമസ്കാരം മാഡം. വായോ ഇരിക്കെ, ഞാൻ കൊണ്ട് ഇറക്കി വിടാം. മോനെ നീ പുറകെ കയറിക്കോ. നിന്റെ മോന്ത കണ്ട് ആരെങ്കിലും നമസ്കാരം പറയാ? നിങ്ങളോടല്ല മാഡം. നിന്റെ പഠിപ്പിനും സംസ്കാരത്തിനും നിന്നെ മാഡം എന്നൊക്കെ ആരെങ്കിലും വിളിക്കോ? നിങ്ങളോടല്ല മാഡം. കക്കൂസ് എഴുതുന്ന പോലെ ഉണ്ട്. നിനക്കൊക്കെ എന്തിനാടി ചുരിദാറ്? നിങ്ങളോടല്ല മാഡം. ദേഷ്യം വന്നപ്പോ കൊരങ്ങിന്റെ മുഖം പോലെ ഉണ്ട്. കങ്കണി, ഗണേഷിനോട് വരാൻ പറ. മുതലാളി വാ, ഇരിക്ക് ഇരിക്ക് ഗണേശ. അമ്മു, അതിങ്ങെടുത്തിട്ട് വാ. നീ ഇരിക്കടാ. ഇവനെന്താ ചെയ്തതെന്നറിയാം? അയ്യോ, ആരെങ്കിലും ഒന്ന് പോയി രക്ഷിക്ക്. സ്കൂൾ കുട്ടികൾ മുഴുവൻ അതിന്റെ ഉള്ളിലുണ്ട്. എന്റെ ഈശ്വരാ, എനിക്ക് വയ്യ. ഒന്ന് ആരെങ്കിലും വരുമോ? എന്താ എന്താ? ആ ജീപ്പ് മാറിയതിന് മുമ്പ് ഒന്ന് പോയി രക്ഷിക്ക്.
പേടിക്കണ്ട ചേട്ടാ, ഈ കയറെടുത്ത വണ്ടി കിട്ട്. ഇനി വണ്ടി റിവേഴ്സ് എടുക്ക്. ചേച്ചി, ആ ഷോൾ തന്നെ സൂക്ഷിച്ചു കൊണ്ടുപോണേ. ശ്രദ്ധിക്കണേ. നീ വാ. സൂക്ഷിച്ചു മേഡം. ജീവിതത്തിൽ ഇനി ഞാൻ ഫോണിൽ സംസാരിക്കില്ലടാ. അതാ നല്ലത്. ആർക്കൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ എത്തിയല്ലോ, പേടിക്കണ്ട, ആരും വിഷമിക്കണ്ട. ആർക്കൊന്നും പറ്റിയില്ലല്ലോ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. ഈ ദൈവത്തിനെ പോലെ ഒന്ന് ഈ പയ്യനാ എല്ലാവരും രക്ഷപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ അഭിമാനത്തെ ഒരു പടി കൂടി മേളിലേക്ക് ഉയർത്തി. ഇനി ഇവൻ എന്റെ സ്വന്തം. എടാ, ഇതിനൊക്കെ കാരണം നീയാടാ. നീ ഒറ്റ ഒരുത്തനാടാ. കാണിച്ചുതരാടാ നിനക്ക്. എന്താ ഇവിടെ? മിണ്ടുപോകരുത്. ഒരക്ഷരം വിട്ടാ കൊന്നാളി ഞാൻ. ഇങ്ങോട്ട് വാ. വാ ചേട്ടാ, ഇരിക്കേ. നിങ്ങൾ കാരണം എനിക്ക് ഇവനെ കിട്ടിയത്. അതൊന്നും വേണ്ട മോനെ, അനിയ. ഏയ്, അവിടെ ഇരിക്കേ. അല്ല, ഞാനിവിടെ വന്നത് പിന്നെ. നിങ്ങൾക്ക് എപ്പോ ഏത് സമയത്ത് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അല്ല, ഞാൻ ഇരിക്കാനല്ലോ പറഞ്ഞത്. നീ ഇരിക്കടാ, ഇരിക്കടാ ഇവിടെ. എല്ലാം ഇട്ട് കൊടുക്ക്. എല്ലാവർക്കും ചോറ് വിളമ്പ്. ആ, എടുത്തു കൊടുക്ക്. അല്ല, എനിക്ക് എല്ലാം എടുത്തുകൊണ്ട് കഴിക്കടാ. കങ്കണി മുതലാളി, ചേട്ടൻ എന്തെങ്കിലും ജോലി കൊടുക്കും. ശരി ചേട്ടാ, പകല് കള്ളുകൂടി വേണ്ട, രാത്രി മതി. കേട്ടല്ലോ, കഴിക്ക. അയ്യോ, മതി മതി. എടാ, കാശിയുണ്ടോ? അകത്തുണ്ട്. അമ്മ രണ്ടുപേരും വന്നില്ലല്ലോ. ഇല്ല, വന്നിട്ടില്ല. ആ വരില്ല. ഇന്ന് പോണം. വരണ്ടെന്നും പറഞ്ഞ് ഞാൻ മാത്രം ഇങ്ങോട്ട് പോന്നു. കാശിയായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കണം. എന്താ? ഒരു കാര്യം പറയാനായിട്ട്. അമ്പലം വരെ പോണം. പോയി വണ്ടി കയറ്. അല്ല, ഞാൻ പറഞ്ഞു കേറാനല്ലേ പറഞ്ഞത്. എടാ, കയ്യിലെ വിളിച്ചോണ്ടോ. കേറാനല്ലേ പറഞ്ഞത്. അതൊക്കെ എടുത്ത് വണ്ടിയിലോട്ട് വയ്ക്കേ. നീ എങ്ങനെ ഇവിടെ കേറിയിരിക്ക? എടാ തെണ്ടി, ഇവിടെ എന്താണ് നടക്കുന്നത്? എങ്ങനെയുണ്ട്? നല്ല പൊരുത്തല്ലേ? പോയി വണ്ടി എടുക്ക. കയറുമോളെ. ആ ചേട്ടാ, പറയേ. ഒന്നുമില്ലെന്നേ, മോൾ സുഖമായിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി, പിന്നെ വിളിക്കാം. ശരി ചേട്ടാ, ശരി. നമസ്കാരം. 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 സുഖമായിരിക്കുന്നു. സുഖമായിരിക്കുന്നു.
ദിവസവും ഇതുപോലെ ഉത്സവങ്ങൾ നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കും. അതെന്താ? എപ്പോഴും തന്നെ ഇതുപോലെ കാണുകയും സംസാരിക്കുകയും ചെയ്യാലോ. എനിക്കും അത് തന്നെയാ തോന്നുന്നത്. എന്നെ എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടുപോ ബാല. കൂട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കാം. കഴിച്ചിട്ട് കുറെ കുട്ടികളെ പ്രസവിക്കാം. പ്രസവിച്ചിട്ട് നിന്നെ ഉണ്ടല്ലോ. വാടാട്ടെ എൻ പുരുഷ, ഞാൻ പാടാം പുതുവരിശ. നിന്നെ പോൽ നല്ലഴകായി ഞാൻ 10 10 പെറ്റ് തന്നിടാം. നീയാണൻ പെണ്ണഴകി, നീയാണൻ കണ്ണഴകി. ഞാൻ നിന്റേതായി വരുവാൻ എന്നെ ദത്തെടുത്തു മുത്തമിട്ടിടൂ. നിന്നെ പോലെ പെൺപൂവൊന്ന്, എന്നെ പോലെ ഒന്നേ ഒന്ന്. ഇരു കണ്ണ് പോലെ കുഞ്ഞു 2 കയ്യിൽ തന്നാലും. വാടാട്ടെ എൻ പുരുഷ, ഞാൻ പാടാം പുതുവരിശ. നിന്നെ പോൽ നല്ലഴകായി ഞാൻ 10 10 പെറ്റ് തന്നിടാം. ചേർത്ത് വെച്ച് പാലും പഴവും എടുത്ത് വെച്ച് പകല് കാണാ പനിമഴയിൽ നല്ല സുഖമറിയും നമ്മൾ സുഖമണിയും. ദാഹനേരം വെള്ളം തരാൻ ആറ്റുകിണറ്റിൽ തള്ളിയിട്ടാൽ ശ്വാസനിലയിൽ ശുനകൻ പോൽ ഞാൻ തളരുമടി, വീണു തളരുമടി. കൊഞ്ചും നേരമഴകേ നെഞ്ചിൽ നാണപ്പുഞ്ച വിരയും. പഞ്ചാര വഞ്ചിയിൽ ചെഞ്ചോരയായി നിന്റെ പങ്കങ്ങൾ മുട്ടിപ്പോടാ. വാടാട്ടെ എൻ പുരുഷ, ഞാൻ പാടാം പുതുവരിശ. നിന്നെ പോൽ നല്ലഴകായി ഞാൻ 10 10 പെറ്റ് തന്നിടാം. വൈകുന്നേരം വരുന്നേരം മുല്ലക്കൊളുന്തിൻ മാല കെട്ടി മല്ലികപ്പൂ വാങ്ങി വന്ന് അഴകിൽ വെക്കാം, നിന്റെ അഴകിൽ വെക്കാം. നൽകാം നൽകാം നിനക്ക് ഒരു തേനിൽ നിലാവിനിപ്പ്. ഞാൻ തന്നതല്ല നീ വന്നവുടൻ ഒരു 100 വട്ടം കൊട്ടിത്താടാ. വാടാട്ടെ എൻ പുരുഷ, ഞാൻ പാടാം പുതുവരിശ. നിന്നെ പോൽ നല്ലഴകായി ഞാൻ 10 10 പെറ്റ് തന്നിടാം. നീയാണൻ പെണ്ണഴകി, നീയാണൻ കണ്ണഴകി. ഞാൻ നിന്റേതായി വരുവാൻ എന്നെ ദത്തെടുത്തു മുത്തമിട്ടിടൂ. നിന്നെ പോലെ പെൺപൂവൊന്ന്, എന്നെ പോലെ ഒന്നേ ഒന്ന്. ഇരു കണ്ണ് പോലെ കുഞ്ഞു 2 കയ്യിൽ തന്നാലും. ഇവനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ ഇതായിരുന്നല്ലോ ഇവിടെ പരിപാടി. ഇപ്പൊ ചെന്ന് കാശി അറിയിച്ചേക്കാം. മഴ വരുന്നുണ്ടോ? മുതലാളി ഒരു കാര്യം പറയാനുണ്ട്.
അമ്പലത്തിൽ വരുമ്പോൾ ആരെങ്കിലും കുടിച്ചിട്ട് വരോടാ. അതിന് ഞാൻ കുടിച്ചില്ലല്ലോ. പിന്നെ കുളിക്കാതെയാണ് വന്നത്. കങ്കണി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. അപ്പൊ എല്ലാവരോടും അങ്ങനെ ആവട്ടെ. കായലോടെ ഗണേഷ് എന്തി? ആ വണ്ടിയുടെ അടുത്തുണ്ട്. എന്റെ ഷട്ടിൽ കള്ളു ഒഴിച്ച് കാശിയുടെ അടുത്തുനിന്ന് തല്ലു വാങ്ങിച്ചു അല്ലേ? അതെ, അതിനെന്താ ഇപ്പോ? എടാ, ഇന്ന് എന്നെ തല്ലിയ കൈകൊണ്ട് നാളെ നിങ്ങളെ രണ്ടുപേരും വെട്ടി നിറുക്കും, കാണണോ? അതിനു മുമ്പ് കയലിനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും, കാണണോ? ആ പുളുത്തും. അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കണമെങ്കിൽ ആ കാശി ആദ്യം ചാവണം. കടത്തിക്കൊണ്ടു പോവത്രേ. എങ്ങനെയാടാ കടത്തിക്കൊണ്ടു പോവാ? കാശിയുടെ വീട്ടിൽ നിന്ന് കിഴക്കോട്ട് ഇറങ്ങിയാലേ ബസ് കിട്ടാൻ കാന്തല്ലൂരിലേക്ക് തന്നെ വരണം. ഇവിടെ എല്ലാവരും കാശിയുടെ കീഴിലാണ് ജീവിക്കുന്നത്. നിങ്ങളെ കണ്ടാലുണ്ടല്ലോ ഇടിച്ച് ചമ്മന്തിയാക്കും. പടിഞ്ഞാറോട്ട് പോയാൽ പൂപ്പാറ വരെ പോവാം, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇനി വടക്കോട്ട് പോയാലോ ഗുഹനാന്തപുരം, അതും കാശിയുടെ ഏരിയ തന്നെയാ. ഇനി തെക്കോട്ട് ഇറങ്ങി കുറുക് നടക്കുകയാണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാം. പക്ഷെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര കാടാ. പുൽമേടുന്നൊരു സ്ഥലമുണ്ട്. എത്ര വലിയ കൊമ്പനായാലും ആ പുൽമേട് കടന്ന് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റൂല, നേരെ യമലോകത്തെത്താം. എടാ, ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. കാശി ഇനി എന്നെ കൊന്നാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ കാശിയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയില്ല. നിങ്ങൾ ആൺപിള്ളേരാണെങ്കിൽ, തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ ആ പെണ്ണിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കാണിക്കടാ, നോക്കട്ടെ. അങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ നിങ്ങളുടെ കാല് കഴുകി ആ വെള്ളം കുടിക്കോടാ, തെണ്ടികളെ. സർവീസ് ചെയ്തിട്ട് 2 ദിവസമല്ലേ ഉള്ളൂ, എന്തുപറ്റി? 1 മിനിറ്റ് മുതലാളി, എന്താന്ന് പോയി നോക്കിയിട്ട് വരാം. നമസ്കാരം സാറേ. വണ്ടിക്ക് എന്ത് പറ്റി സാറേ? മുതലാളി സാറിൻ്റെ കൂടെ പോകുന്നു. റേഡിയേറ്ററിൽ എന്തോ ഒരു തകരാറുണ്ട്. മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് എന്താ പ്രശ്നം നോക്കിയിട്ട് കൊണ്ടുവരാം. സാറിനെ ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കാം. ശരി, എന്താ നോക്കിയിട്ട് പെട്ടെന്ന്. ശരി മുതലാളി. പെട്ടെന്ന് വരണം. മുതലാളി പോയിക്കോ, ഞാൻ കൊണ്ടുവന്നോളാം. മോക്കെന്ത് പറ്റി? പനിക്കുന്നുണ്ട്. പനിയോ? വാ 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 വാ. അയ്യോ, എന്ത് പറ്റി ചേട്ടാ? നല്ല ചൂടുണ്ട്, അതാ കരഞ്ഞോണ്ടിരിക്കുന്നത്. വാ, അമ്മയുടെ അടുത്തോട്ട് വാ. കരയാതെ, അമ്മ മരുന്ന് വെച്ച് തരാം കേട്ടോ. എന്തിനോട് കരയുന്നേ? ഒന്നുമില്ല, ചെറിയ പനിയുണ്ടെന്നാ തോന്നുന്നു. പനിയോ? നല്ല ചൂടുണ്ടല്ലോ, പെട്ടെന്ന് ആശുപത്രി കൊണ്ടു. മരുന്ന് തേച്ചാൽ ശരിയായിക്കോളും മുതലാളി. കങ്കണി, ഗണേഷിനെ വിളിക്കേ. ഗണേശിനെ എത്തിയിട്ടില്ല, ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. ശരി, വേറെ ആരെങ്കിലും വിളിക്കേ. ഡോക്ടറെ കാണിച്ചിട്ട് നാളെ രാവിലെ വന്നാൽ മതി. ശരി മുതലാളി. നാളെ ലീവല്ലേ സ്കൂള്? കങ്കണി. ശരി സാറേ. മുതലാളി, എന്താ? ആനയെ കാണാനില്ല. ആ ചുരുണ്ട മുടിയെ വിളിച്ചോണ്ടോ? അവനെയും കാണുന്നില്ല. മുതലാളി, വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞോ? ഏത് വണ്ടി മുതലാളി? കാന്തല്ലൂർ വെച്ച് നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയല്ലോ. ഗണേഷ് നിന്നെ വന്ന് വിളിച്ചില്ലേ? ഇല്ല മുതലാളി. റേഡിയേറ്റർ പ്രോബ്ലം ആണല്ലോ പറഞ്ഞേ. കഴിഞ്ഞ ആഴ്ചയല്ലേ പുതിയ റേഡിയേറ്റർ മേടിച്ചു വെച്ചേ. പിന്നെ എങ്ങനെയാ മുതലാളി? ജോസേ, കാശി സാറാണോ ഫോണില്? പറയൂ സാറേ. ഗണേശൻ ഡീസൽ അടിക്കാൻ വന്നായിരുന്നോ? അതെ, ഉച്ചയ്ക്ക് തന്നെ വന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോയി. ഇതെന്തിനാ സ്വീറ്റ്സ് ഒക്കെ? നിന്റെ പെണ്ണെ ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് പോവാ. സത്യമാണോ? ക്യാമ്പസ് ഇന്റർവ്യൂന്ന് ഓസ്ട്രേലിയൻ കമ്പനിയിലേക്ക് ഞങ്ങളുടെ കോളേജിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേർക്കും കമ്പനി വിസ റെഡിയാക്കിയിട്ടുണ്ട്. നീയും കൂടെ വരുന്നുണ്ട്. അതെങ്ങനെ? ഞങ്ങള് 3 പേരിൽ ഒരാള് കൊച്ചിന്നാ. അവളുടെ അച്ഛൻ വലിയൊരാളാ. അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ.
നമ്മുടെ ഈ ബന്ധം അവൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ വിസ ഫോർമാലിറ്റീസ് ഒക്കെ അവള് നോക്കും. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊച്ചിയിലെത്തണം. അടുത്ത ബുധനാഴ്ച പോവാം. സാധാരണ നിന്റെ ചിറ്റമ്മ രാവിലെ 7 മണിക്ക് എഴുന്നേക്കുക. ഞാൻ 5 മണിയാകുമ്പോ വന്നോളാം. രാവിലെ 5 മണി ശരിയാവില്ല. രാത്രി 12-1 മണിക്ക് പോയാലോ? അത് പറ്റില്ല കയ്യിൽ. നമ്മുടെ പോകുന്ന വഴി എങ്ങനെയാ? രാത്രി പോകുന്നത് അപകട. നീ പേടിക്കണ്ട. നിന്റെ വീട്ടിലെ ജോലിക്കാർ എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാനവിടെ ഉണ്ടാവും. എങ്ങനെയെങ്കിലും ഇടുക്കി വഴി കൊച്ചിയിലേക്ക് പോയിട്ട് അവിടെയുള്ള ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവാം. ഓക്കെ? വാടാ. ഇരിക്കേ. കള്ളു കുടിക്കോ? വേണ്ട. സാറില്ല, അടിക്കേ. വേണ്ട. നീ അടിക്കില്ലല്ലേ? അപ്പോ ഞാൻ അടിക്കാം. ഗണേശ രക്ഷിക്കടാ.
നിനക്കൊന്നും പറ്റില്ലല്ലോ കയ്യിൽ. ബാല നിനക്കൊന്നും പറ്റില്ലല്ലോ. ഇല്ല. ബാല ബാല ഡാ വാടാ ഇങ്ങോട്ട് അടുത്ത് വന്നേ. നീ പറഞ്ഞത് ശരിയാടാ. മുകളിലുള്ളവൻ ചേർത്തേക്കണം തീരുമാനിച്ചാലേ വേറെ ആരും വിചാരിച്ചാൽ തടയാൻ സാധിക്കില്ല. ചെല് സന്തോഷമായിട്ട് ജീവിക്ക്. ആശയിതാണ് എന്നാശയേ, ആളും ഉള്ളിൽ കുടിലുകെട്ടിയേ. ആശയിതാണ് എന്നാശയേ, ആളും ഉള്ളിൽ കുടിലുകെട്ടിയേ. സഖിയേ നീ കണ്ണിനുള്ളിൽ കുളിരണ നെഞ്ചിൽ വന്ന് കുറുകണ സഖിയേ.